കേരളത്തിൽ 25 വർഷത്തോളം കരിയർ കൗൺസിലിംഗ് രംഗത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ് കേരളത്തിൽ ഇന്ന് കരിയർ കൗൺസിലിംഗ് കൊടുക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് എന്നുള്ളത്. ഈ CA പോലുള്ള കോഴ്സുകളെ കേരളത്തിൽ നല്ല പ്രചാരണം കിട്ടിയിട്ട് റീസെൻ്റ്ലി ആയിട്ടുള്ളൂ. പക്ഷേ കേരളത്തിന് പുറമെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ആന്ധ്ര ആയിക്കോട്ടെ, പിന്നെ ഡൽഹി ബേസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ഇതിന് മുന്നേ പ്രചാരണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം നമ്മൾ സൗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തിരി കൂടി കൂടിയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ക്വാളിഫൈ ചെയ്ത ആളുകൾ പലപ്പോഴും അവർക്ക് തോന്നുക കുറേ ആൾ പാസ്സായി വരുന്നുണ്ടല്ലോ, ആവുന്നത് വരെ ഭയങ്കര ഇത് എങ്ങനെയെങ്കിലും പാസ്സായി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും പിന്നീട് ഇവർക്ക് ശേഷം വരുന്ന ആളുകൾ ക്വാളിഫൈ ചെയ്ത് തരുമ്പോൾ ഒരു ഭീതിയിലാണ്. ഡിസംബറിൽ കഴിഞ്ഞല്ലോ നമ്മളെ പാസ്സായ കുട്ടികളുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രം, അതായത് CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 36 ലാക്കാണ് പെർ ഇയർ ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ആവശ്യമുണ്ട്, പാസ്സാകുന്ന ആളുകൾ ആവശ്യമുണ്ട്. 36 ലാക്ക് എന്ന് പറയുമ്പോൾ മന്ത്ലി 3 ലാക്ക്. അത് ജസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാതെ കോഴ്സ് കഴിഞ്ഞു ആള് CMA ഇതുപോലത്തെ കോഴ്സ് ആണെന്നുള്ള ഒറ്റ യോഗ്യതയാണ് ആൾക്കുള്ളത്. അതിപ്പോഴും അഡ്മിഷന് കുട്ടികൾ വരുമ്പോൾ നമ്മൾ ശരിക്ക് ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അഡ്മിഷൻ ഇല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ എല്ലാവരും അഡ്മിഷൻ വേണ്ട. ശരിക്കും ഈ കോഴ്സ് ചെയ്യാൻ കാലിബറുള്ള, അതേപോലെ തന്നെ ഇതിൽ കമ്മിറ്റ് ചെയ്യുന്നു നമുക്ക് ഇവനോട് സംസാരിക്കുമ്പോഴോ അതല്ലെങ്കിൽ അവൻ്റെ ഇതുവരെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കുട്ടികളെ അഡ്മിഷൻസ് നമ്മൾ എടുക്കാറുള്ളൂ. ഞാൻ ICMSൽ ജോയിൻ ചെയ്തിട്ട് ഒരു 7 വർഷം കഴിഞ്ഞുള്ളൂ. ഞങ്ങൾ ഫ്രണ്ട്സാണ്. എനിക്ക് ഈ വിഷയങ്ങളിൽ ഡെപ്ത് ഉണ്ടോ എന്നുള്ള അൻസറിന് കോൺഫിഡൻസ് അറിയാം. എന്നിരുന്നാൽ പോലും ഞാൻ ആ ഇൻഡസ്ട്രിയിൽ ആ ഒരു സ്ട്രീം ഉണ്ടല്ലോ, CMAക്ക് ക്ലാസ് എടുക്കുന്ന ആ ഒരു ലെവലിൽ ഞാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 2 തവണ മടക്കി അയച്ചിട്ട് 3ാമത്തെ തവണയാണ് ഞാൻ അവിടെ ഫാക്കൽറ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ മുഷ്രിഫ് സാറിന് മാത്രമല്ല, അതെ, നമ്മളിപ്പോൾ ICMSൽ ഏത് കുട്ടികൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും നമ്മളോട് നേരിട്ട് അപ്രോച്ച് ചെയ്യാം. ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു കുട്ടി ICMSൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ നിന്ന് പോകേണ്ടത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി പോകണമെന്നുള്ള പോളിസിയാണ് നമുക്ക്. തുടർന്നും ICMS ഈ മേഖലയിൽ തന്നെ ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെ, ക്വാളിറ്റിയുള്ള CMAക്കാരെ CAക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മാർക്കറ്റിൽ നിലനിൽക്കും. ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് സാമ്രാജ്യം വലുതാക്കുക എന്നുള്ളതല്ല ICMSൻ്റെ ലക്ഷ്യം. അതായത് ICMS തുടരും. 2025 SSLC പരീക്ഷാഫലം ഒരാഴ്ചക്കകം പ്രഖ്യാപിക്കും. +1ൻ്റെ വാല്യുവേഷനും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ +2ൻ്റെ റിസൾട്ടും വരാനിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റികൾ അവരുടെ റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഈ സവിശേഷമായ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഒപ്പം തന്നെ ഉറ്റുനോക്കുന്ന ഒന്നാണ് പ്രൊഫഷണൽ വിദ്യാഭ്യാസം. പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് CA, CMA, ACCA, USCMA, CIMA, CPA, EA തുടങ്ങിയ കേട്ടതും കേൾക്കാത്തതുമായ ഒത്തിരി കോഴ്സുകളെ കുറിച്ചാണ്. ആ കോഴ്സുകളെക്കുറിച്ചും ആ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചും ചർച്ച ചെയ്യാനാണ് ടീം ICMS ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നത് ICMSൻ്റെ ഡയറക്ടർമാരായ CMA അനസ് സാർ, അഡ്വക്കേറ്റ് മുഹമ്മദ് സൽമാൻ സാർ, അഡ്വക്കേറ്റ് അഹമ്മദ് മുഷീഫ് സാർ, ഒപ്പം ഞാൻ കരിയർ കൗൺസിലർ ഇർഷാദ്. കേരളത്തിൻ്റെ ഈ പൊതുവിദ്യാഭ്യാസ രംഗം, ഈ നമ്മളൊക്കെ ആ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നത്. ഏകദേശം 10-15 വർഷത്തോളമായി നമ്മളൊക്കെ അതിൻ്റെ ഒരു ഉപഭോക്താക്കളുമാണ്, അതിൻ്റെ പ്രചാരകരുമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു CA, CMA, ACCA മേഖല കേരളത്തിൽ ആരും എടുത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി 3 ദിവസം മുമ്പ് കേരളത്തിൽ 25 വർഷത്തോളം കരിയർ കൗൺസിലിംഗ് രംഗത്തെ എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു മനുഷ്യൻ. ആ മനുഷ്യൻ പറയാണ് കേരളത്തിൽ ഇന്ന് കരിയർ കൗൺസിലിംഗ് കൊടുക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലുമാണ് എന്നുള്ളത്. ഉദ്ദേശിച്ചത് CA, CMA കോഴ്സുകൾ അത്രമേൽ പ്രചാരത്തിലുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ആ കോഴ്സുകൾ ഇത്രമേൽ പ്രചാരത്തിലേക്ക് ഇപ്പോൾ എത്തി എന്നുള്ളതിനെക്കുറിച്ച് എന്താണ് നമുക്ക് ഒരു വീക്ഷണം എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്ത് തോന്നുന്നു? അതിൻ്റെ വലിയ തോതിലുള്ള ഒരു വാണിജ്യ സാധ്യതയാണ് ഇത്തരത്തിലുള്ള സ്റ്റാർസ് എല്ലാം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൊരു കാര്യം അല്ലേ മുഷ്കിൽ? അതെ, ഞാൻ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഇവരൊക്കെ വരുന്നുണ്ട്, ഈ കോഴ്സ് നല്ല കോഴ്സാണെന്നുള്ളിൽ ആർക്കും ഡൗട്ടൊന്നുമില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരും അതായത് നല്ല ഭീമന്മാരായിട്ടുള്ള ആളുകളൊക്കെ അവരെല്ലാത്തും നല്ല ഫണ്ട് ബാക്ക്ഡ് ആയിട്ടുള്ള മറ്റു മേഖലകളിലുള്ളവരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഉള്ളൊരു അപകടം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെ ഇതിൻ്റെ കോഴ്സ് ക്വാളിറ്റി ബേസ്ഡ് എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ ഇവർ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഭാവിയിലൊരു വലിയ അപകടത്തിനുള്ള സാധ്യത കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, സൽമാൻ സാർ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ അങ്ങനെ എത്തിക്കുക എന്നുള്ളൊരു ഭീതി ഭാവിയിൽ നമ്മൾ കാണേണ്ടി വരും എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ട്. എനിക്കിതിൽ ചെറിയൊരു ഒരു അഭിപ്രായക്കേടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പം ഏതോ ഒരു കുട്ടി ഇങ്ങനെ വിളിച്ചിട്ട് ഈ ഒരു ചോദ്യം ചോദിച്ചു. അതായത് ഇത്തരത്തിൽ ഇങ്ങനെ കോഴ്സ് എല്ലാവരും ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും ആൾക്കാർ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ ഇതിനൊരു സ്കോപ്പ് ഇല്ലാതാവില്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ അധികം സമയം നിർത്തിയില്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് തിരിച്ച് പറയാൻ പറ്റിയ ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ എല്ലാവരും പാസ്സാവണില്ലല്ലോ. അതെ, പാസ്സായി കഴിയുമ്പോഴല്ലേ ശരിക്ക് എല്ലാവരും പാസ്സായാലല്ലേ അത്തരത്തിലൊരു പ്രതിസന്ധി ശരിക്ക് നേരിടുന്നുള്ളൂ. ഇതിൽ പിന്നെ സൽമാൻ സാറേ, ഈ CA പോലുള്ള കോഴ്സുകളെ കേരളത്തിൽ നല്ല പ്രചാരണം കിട്ടിയിട്ട് റീസെൻ്റ്ലി ആയിട്ടുള്ളൂ. പക്ഷേ കേരളത്തിന് പുറമെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ആന്ധ്ര ആയിക്കോട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ പിന്നെ ഡൽഹി ബേസ് ആയിക്കോട്ടെ, അവിടെയൊക്കെ ഇതിന് മുന്നേ പ്രചാരണത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം നമ്മൾ സൗത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും കൂടി കൂടിയിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കുകയാണെങ്കിൽ പഴയ പോലെ തന്നെയാണ്, മാറ്റം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. റിസൾട്ടിൻ്റെ കേസാണെങ്കിലും പാസ് പെർസെൻറ്റേജിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല. പാസ്സാകുന്ന ആളുകളുടെ എണ്ണം സെയിം തന്നെയാണ്. ചിലപ്പോൾ എൻറോൾ ചെയ്യുന്ന ആളുകളുടെ നമ്മുടെ പ്രദേശം എന്ത് ചെയ്തിട്ടുണ്ടാവും, കൂടിയിട്ടുണ്ടാവും. അതാണ് ഇതിനോട് ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ക്വാളിഫൈ ചെയ്ത ആളുകൾ പലപ്പോഴും അവർക്ക് തോന്നുക, കുറേ ആൾ പാസ്സായി വരുന്നുണ്ടല്ലോ, ആവുന്നത് വരെ ഭയങ്കര ഇത് എങ്ങനെയെങ്കിലും പാസ്സായി കിട്ടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും പിന്നീട് ഇവർക്ക് ശേഷം വരുന്ന ആളുകൾ ക്വാളിഫൈ ചെയ്ത് വരുമ്പോൾ ഒരു ഭീതിയിലാണ്. പക്ഷേ നമ്മളിപ്പോൾ 10 വർഷമായി ഈ ഫീൽഡിൽ. നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ അടുത്ത് ക്വാളിഫൈ ചെയ്ത ഒറ്റ കുട്ടികളും പ്ലേസ്ഡ് അല്ലാതെ ഇല്ല. നമുക്ക് കണ്ടാൽ അഭിമാനം തോന്നുന്ന പൊസിഷനുകളിലാണ് നമ്മുടെ അടുത്ത് പഠിച്ച ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഉള്ളത്. സോ ആ ഒരു സക്സസ് തീർച്ചയായിട്ടും ഏറ്റവും ചുരുങ്ങിയത് സമീപ ഭാവിയിലെങ്കിലും നമുക്ക് അഷ്വർ ചെയ്യാൻ പറ്റും. എന്താണ് സാറേ? അതെ, ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡിസംബറിൽ കഴിഞ്ഞല്ലോ നമ്മളെ പാസ്സായ കുട്ടികളുടെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രം, അതായത് CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് 36 ലാക്കാണ് പെർ ഇയർ ഓഫർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രി എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾ ആവശ്യമുണ്ട്, പാസ്സാകുന്ന ആളുകൾ ആവശ്യമുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ കോഴ്സിലേക്ക് വന്നെന്ന് കരുതിയിട്ട് കോഴ്സിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 36 ലാക്ക് എന്ന് പറയുമ്പോൾ മന്ത്ലി 3 ലാക്ക്. അത് ജസ്റ്റ് എക്സ്പീരിയൻസ് ഇല്ലാതെ കോഴ്സ് കഴിഞ്ഞു ആള് CMA ഇതുപോലത്തെ കോഴ്സ് ആണെന്നുള്ള ഒറ്റ യോഗ്യതയാണ് ആൾക്കുള്ളത്. ഇവിടെ മുഷീർ സാറേ, ഈ ഒരു പോയിന്റിൽ ഞാൻ ആദ്യം ചോദിച്ചത് ഇത്രമേൽ പ്രചാരണത്തിൽ വന്നു. സൽമാൻ സാർ പറഞ്ഞത് വാണിജ്യ കാരണങ്ങൾ അതിനുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ എക്കാലത്തുമുള്ള നിലവിലെ ജോലി സാധ്യത ഉണ്ട്. എന്തുകൊണ്ടായിരിക്കും കുട്ടികൾ ഇതിലേക്ക് അട്രാക്റ്റഡ് ആവുന്നത്? ഇതിൻ്റെ ഒരു വാണിജ്യ സാധ്യതയെക്കുറിച്ചല്ലല്ലോ ഒരിക്കലും അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കൂടുതൽ കുട്ടികളും ഇതിലേക്ക്, ഇപ്പോൾ സയൻസ് മേഖലയിൽ നിന്നുള്ള കുട്ടികൾ പലപ്പോഴും പല ഇൻസ്റ്റിറ്റ്യൂട്ടും അത്രമേൽ അധപ്പതനത്തിലേക്ക്, അതല്ലെങ്കിൽ ഈ കുട്ടികളുടെ അഡ്മിഷൻ ഇല്ലാതായി പോകുന്ന സാഹചര്യം. ഈ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സയൻസ് ഡിഗ്രികളുടെ ക്ലാസ് റൂം എടുത്ത് പരിശോധിച്ച് നോക്കി, 20ഉം 16ഉം കുട്ടികളെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ സയൻസ് കുട്ടികളടക്കം CA CMA ACCAയിലേക്ക് വരുന്നു. അപ്പോൾ ഒരു മൂല്യം അവർ ഈ കോഴ്സിന്റെ പുറകെ കാണുന്നുണ്ട്. എന്തായാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ അല്ലേ ഇതിൽ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ തുടക്കകാലത്തുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരും ഇല്ലായിരുന്നു. അതായത് ഈ കോഴ്സിനെ പറ്റി ഒരു അവയർനെസ്സും ഇല്ലാത്തൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഒരു വളരെ ആരോഗ്യകരമായ രീതിയിൽ കോഴ്സിനെ പറ്റിയുള്ള അവയർനെസ്സൊക്കെ കൊടുക്കാനുള്ള ആളുകൾ വരികയും അതേപോലെ നല്ല സ്ഥാപനങ്ങളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരികയൊക്കെ ഉണ്ടായി. അത് ഓക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റ് ചെയ്ത് അതേപോലെ ഭയങ്കരമായിട്ടുള്ള ആളുകൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആകുമ്പോൾ, അതെ ഒരു കോർപ്പറേറ്റ് പോലെ ഇതിൽ ഇൻവോൾവ് ആകുമ്പം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്നൊരു ഹൈപ്പ് കണ്ടിട്ടോ അതല്ലെങ്കിൽ എന്തോ ഈ പറഞ്ഞ പോലെ യൂട്യൂബിലോ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കണ്ടിട്ട് പെട്ടെന്ന്
മോട്ടിവേറ്റഡ് ആയിട്ട് പല കുട്ടികളും ഈ കോഴ്സിൽ വരുന്നുണ്ട്. പലപ്പോഴും ഇവർക്ക് അറിയില്ല ഇതിലെന്താണുള്ളത്, ഇത് പഠിച്ച് പാസ്സാവാൻ എന്തുമാത്രം ഒരു ലെവൽ ഓഫ് ഡെഡിക്കേഷൻ ഒക്കെ എത്ര വേണം എന്നൊക്കെ കുട്ടികൾക്ക് അറിയാതെ പോകുന്നുണ്ട്. അതിലപ്പുറമായിട്ട് എനിക്ക് പറയാൻ തോന്നാറുള്ളത്, പലപ്പോഴും ഞാൻ പറയാറുള്ളത്, ശരിക്ക് ഓരോരുത്തർക്കും പറ്റിയതാണോ ഇതെന്ന് ആദ്യം അറിയണം എന്നുള്ളതാണ്. അവരൊരു അഭിരുചി കൂടി നോക്കിയിട്ടാണ് ഈ ഒരു കോഴ്സിൽ ചേരാൻ പാടുള്ളൂ. അതല്ലാതെ പാസ്സായി കഴിഞ്ഞാൽ പോലും ചിലപ്പം കുറച്ചും കൂടെ നല്ല കാലിബറുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് പാസ്സായി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ പാസ്സായി കഴിഞ്ഞാൽ പോലും ജീവിതകാലം മുഴുവൻ ഇവർ ഈ ഒരു ഇഷ്ടമില്ലാത്ത പണി ചെയ്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥ ഒക്കെ ഉണ്ടല്ലോ. അഭിരുചി ഒരു മാറ്ററാണെങ്കിലും ഇപ്പോൾ +2 കുട്ടികൾ SLCക്ക് നല്ല മാർക്ക് കിട്ടിയതുകൊണ്ട് വീട്ടിൽ നിന്ന് എന്ത് ചെയ്യും, സയൻസിന് പറഞ്ഞു. അപ്പോൾ അതാണല്ലോ ബെസ്റ്റ് കോഴ്സ്, പഠിക്കുന്ന കുട്ടികളുടെ കോഴ്സ്. പക്ഷേ ഈ കുട്ടികൾ പിന്നീട് മനസ്സിലാക്കുകയാണ് സയൻസ് വഴി പോയാൽ 2 പ്രൊഫഷൻ, ഡോക്ടർ, എഞ്ചിനീയർ ഡോക്ടർ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് എൻജിനീയേഴ്സിനും ഒരുപാട് ഡോക്ടേഴ്സിനൊക്കെ ഒരു വാല്യൂ ഡിപ്രീസിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ കൊമേഴ്സിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത കുട്ടികളാണെങ്കിലോ അവർ നല്ല കോർപ്പറേറ്റ് ലെവലിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ അൻസർ പറഞ്ഞ പോലെ നല്ല ഹൈ പാക്കേജൊക്കെ വാങ്ങി ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് ആണ് ഇർഷാദ് സർ പറഞ്ഞ പോലെ സയൻസിൽ നിന്നുള്ള സ്ട്രീമിൽ നിന്നുള്ള കുട്ടികളും ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്നു. മറ്റൊരു കാര്യം നിങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുകയാണെങ്കിൽ, ഈ നിങ്ങൾ പറഞ്ഞല്ലോ ഈ കോഴ്സിൻ്റെ ടഫ്നെസ്സിനെ കുറിച്ചിട്ട്. പക്ഷേ സയൻസ് പഠിച്ച കുട്ടികൾക്ക്, ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്, +1 +2 ഞാൻ സയൻസ് ആയിരുന്നു. പക്ഷേ സയൻസിൽ പഠിക്കുന്ന കണ്ടൻറ്റും അതിൻ്റെ കോംപ്ലക്സിറ്റി നോക്കുമ്പോൾ അവർക്കിത് അത്ര ബുദ്ധിമുട്ടാവില്ല. എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയാം, അത്ര ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴ്സ് ടഫ്നെസ് അവർക്ക് ഫീൽ ചെയ്യാൻ സാധ്യത ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ അനുഭവത്തിൽ നിന്ന്. ഓരോരുത്തർക്കും ഡിപ്പെൻസ് ആയിരിക്കും. എനിവേ ഓക്കെ, അതെന്നാൽ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് എനിക്ക് ഒരു പോയിന്റ് കൂടെ അതിൽ ആഡ് ചെയ്യാനുള്ളത്, നമ്മുടെ ഈ വാണിജ്യം അവിടെ ഉണ്ട്, ഈ കോഴ്സുകളുടെ വാണിജ്യവൽക്കരണം അവിടെ എന്തായാലും ഉണ്ട്. പക്ഷേ കുറഞ്ഞ കോസ്റ്റിൽ, ഇപ്പം നേരത്തെ സയൻസ് പിള്ളേർ തന്നെ ഇതിലേക്ക് തിരിയുന്നതിൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു പരിശോധനയിൽ 20-50 ലക്ഷം കെട്ടിവെച്ചിട്ടാണ് കേരളത്തിലെ പല സീറ്റുകളും സയൻസ് മേഖലയിൽ കുട്ടികൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുന്നത്. എന്നിട്ടും അതൊരു എൻട്രൻസിലേക്കോ മറ്റിലേക്കോ മാത്രമായി ചുരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ വെറും ചുരുങ്ങിയ ചെലവ് കൊണ്ട് തന്നെ അത്രയും നല്ലൊരു പാക്കേജ് സാലറിയിലേക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളതും, അതും പെട്ടെന്ന് എത്തുന്നു. ഒരിക്കലും 19, 20, 21 വയസ്സുകളിൽ ഈ ഒരു 1 lakh 2 lakh സാലറിയിലേക്ക് എത്തുന്നതിനെ കുറിച്ച് അതിലും അട്രാക്റ്റഡ് ആവുന്നില്ലേ? കോസ്റ്റും പെട്ടെന്ന് ജോലിയിലേക്ക് എത്തുന്നു എന്നുള്ളത്. സാർ ഇതിലേ നമ്മളിപ്പോൾ ICMS തുടങ്ങിയ സമയത്ത് നമ്മൾ ഈ കോഴ്സിലേക്ക് സത്യം പറഞ്ഞാൽ സയൻസ് കുട്ടികൾ വരാറില്ലായിരുന്നു, നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ. പക്ഷെ ഇന്ന് പിന്നെ നമ്മളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ, ഒരു 60 കുട്ടികൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഒരു 25 to 30 സ്റ്റുഡൻസ് എന്താണ് സയൻസ് കുട്ടികൾ. അതായത് നമ്മളുടെ ഈ ഒരു കൊമേഴ്സ് മേഖല, എസ്പെഷ്യലി ഈ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിലുള്ള ഇമ്പോർട്ടൻസ് നമ്മൾ രക്ഷിതാക്കൾ അവെയറാണ്, കുട്ടികൾ അവെയറാണ്, പൊതുസമൂഹം അവെയറാണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒരു അവയർനെസ് കൊടുക്കേണ്ട സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഞാനൊക്കെ CMA ഒക്കെ പോയ സമയത്ത് ഈ കോഴ്സ് എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ തന്നെ ഒരുപാട് സമയം വേണ്ടി വന്നു. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. CMA ആണ് നാട്ടുകാർക്ക് അറിയാം. അതിന് പുറമെ ഈ ഡിഗ്രി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഡിഗ്രി ഉണ്ടല്ലോ, പിന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഗ്രി, ആ ഡിഗ്രിക്ക് പോയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന അതേ ഡ്യൂറേഷൻ കൊണ്ട് എന്താ ചെയ്യുക, ഇവർക്ക് പ്രൊഫഷണലായിട്ട് ക്വാളിഫൈ ചെയ്തിട്ട് നല്ലൊരു കമ്പനി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സെറ്റിൽ ആകാൻ പറ്റുന്നുണ്ട്. യെസ്, പാരലായിട്ട് ഡിഗ്രിയും കൂടെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണ് ഒരുപാട് നമ്മളെ ICMSലൊക്കെ അങ്ങനെയാണ് കുട്ടികൾ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ ഒരു 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവരുടെ ലൈഫ് സെറ്റാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ നിങ്ങൾ ഈ കോഴ്സിൻ്റെ കോസ്റ്റ് പറഞ്ഞല്ലോ, ഞാൻ ഇപ്പം ഞാൻ എൻ്റെ ഒരു കസിൻ്റെ +2 കഴിഞ്ഞാൽ പയ്യന്, അപ്പോൾ അവന് ഒരു കോഴ്സിന് ചേരാൻ വേണ്ടിയിട്ട് സയൻസാണ്. അപ്പോൾ AIME എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് കേട്ടോ, എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഇത് ഒരു ഡിഗ്രി അല്ല, ഒരു ഡിപ്ലോമ പോലല്ല, 2 ഇയർ ഡ്യൂറേഷൻ. കോഴ്സിന് എത്ര ഫീ? 5,40,000 എക്സ്ട്രാ ഹോസ്റ്റൽ ഫീ കാര്യങ്ങൾ. ആ സമയത്ത് ICMSൽ സ്റ്റുഡൻറ്റ് പഠിക്കുകയാണെങ്കിൽ അനുസർ എത്ര വരുന്നുണ്ടാവും ഒരു കുട്ടിക്ക്? 2.5 ലക്ഷത്തിൻ്റെ മേൽക്ക് പോകും. രണ്ടിന് മേൽക്ക് തന്നെ പോകും. ഇതിന് വേറെ കാര്യം കൂടി ഉണ്ട്. നമ്മൾ ഫൗണ്ടേഷനും ഇന്റർമീഡിയറ്റും ഒക്കെ ഈ പാരന്റ്സ് ഫീ അടച്ചാൽ മതി. അതിനിടയ്ക്ക് ട്രെയിനിങ് പീരിയഡ് ഉള്ളത് കൊണ്ട് തന്നെ ശരിക്ക് ട്രെയിനിങ്ങിന് പോയിട്ടോ അതല്ലെങ്കിൽ
എക്സ്ട്രാ കുറച്ച് ജോലിക്ക് പോയിട്ടോ ഒക്കെ പണം കണ്ടെത്തി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സ് ഫൈനൽ പഠിക്കാനുള്ള പൈസ സ്വന്തം ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ ഫൈനൽ സ്റ്റുഡൻസ് മെജോറിറ്റി അങ്ങനെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ശരിക്ക് ഇർഷാദ് സാർ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തെ നമ്മൾ ചെറുതായി ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയാന്നുണ്ടെങ്കിൽ, ഇവിടെ ശരിക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പൈസ അല്ല. ശരിക്കും ആ കുട്ടി സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു കോഴ്സ് ചെയ്യുമ്പം അക്കാഡമിക്സിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരിക്ക് ഈ അക്കാഡമിക്സിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവൻ്റെ ഒരു സമാന പ്രായക്കാർ ചെയ്യുന്ന തരത്തിലുള്ള ചില എൻ്റർടൈൻമെൻറ്റ് പരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്ന് അക്കാഡമിക്സിൽ ശ്രദ്ധിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ഇവൻ്റെ താല്പര്യങ്ങളൊക്കെ കുറച്ച് മാറ്റി വെച്ച് ഇതിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് സമർപ്പിക്കുക എന്നുള്ളതാണ് ശരിക്ക് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ്. ഓക്കെ ഓക്കെ. അൻസർ ICMSനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കാം, ഈ ഒരു മാറ്റങ്ങൾ കേരളത്തിൽ ഇപ്പം ഞാൻ വായിച്ചെടുത്തോളം ഒരു 15 വർഷത്തിന് ഇപ്പുറത്തേക്കാണ് ഈ ചേഞ്ചസ് ഭയങ്കരമായിട്ട് കൊമേഴ്സിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഈ 2023-24 കോവിഡിന് ശേഷമാണ് ഇത്രമേൽ സ്ഥാപനങ്ങൾ പോലും വന്നിട്ടുള്ളത്. ഈ 15 വർഷത്തിനിടയിൽ ICMS എത്തി നിൽക്കുന്ന 11 വർഷമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിന് നല്ലൊരു വീക്ഷണം നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എങ്ങനെയായിരുന്നു ICMSന്റെ തുടക്കം എന്നതിനെ കുറിച്ച്? ICMSന്റെ തുടക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ടീച്ചിങ് ഒരു പാഷനാണ്. CMA ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞ് ഫൈനൽ പഠിച്ച് ആ സമയത്ത് തന്നെ ഞാൻ ടീച്ചിങ് നമ്മൾ CMAക്ക് ക്ലാസ് എടുക്കാൻ പോകാറുണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ ഈ ഒരു ഫീൽഡിൽ കാണുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, പലരും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നില്ല, ഡെലിവർ ചെയ്യുന്നില്ല. ഇപ്പോൾ നേരാവണ്ണം സ്റ്റഡി ലീവ് കൊടുക്കുന്നില്ല, അതല്ലെങ്കിൽ നേരാവണ്ണം പിന്നെ ക്ലാസ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളിലും പല ഭാഗത്തും വീഴ്ച കണ്ടപ്പോൾ ഇത്തരത്തിലുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരികയും അങ്ങനെ 2014 സത്യം പറഞ്ഞാൽ ICMS ഇത്തരത്തിലുള്ളൊരു ഒരു സംവിധാനത്തിലേക്ക് പോയത്. എനിക്ക് തോന്നുന്നു ഒരു ക്ലാസ് റൂം ഒരു ഓഫീസ് സെറ്റപ്പിലാണ് തുടങ്ങിയത്. ഒരു 11 കുട്ടികളായിട്ടാണ് തുടങ്ങിയത്. ഇന്നിപ്പോൾ നമ്മളൊരു 11 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ 1000-ലധികം കുട്ടികളുണ്ട്, ലൈവായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ 3 ബ്രാഞ്ചുകളായി, കോട്ടയ്ക്കൽ, മഞ്ചേരി, മലപ്പുറമായി. അപ്പോൾ ഈ നമ്മളൊരു സക്സസ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ICMS ഫാമിലി മൊത്തത്തിൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്തെടുത്തിട്ടുള്ളൊരു വിജയമാണത്. നമ്മുടെ മാനേജ്മെൻ്റ് ഉണ്ട്, ഫാക്കൽറ്റീസ് ഉണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ട്, അതിലൊക്കെ അപ്പുറം സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ പാരൻസ് ഉണ്ട്. ഇവരെല്ലാവരും കൂടി എന്താ ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടൊരു വിജയത്തിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫാമിലി ടോട്ടലി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ല റിസൾട്ടിലേക്ക് എത്തുമല്ലോ. അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വർഷം മുതൽ ICMS ACCA USCMA പോലുള്ള വിദേശ പ്രൊഫഷണൽ കോഴ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കാൻ പോകുന്നുണ്ട്. അത് നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വിദേശ കോഴ്സുകൾക്ക് മാത്രമായിട്ടാണ് നമ്മളെ മലപ്പുറത്ത് ക്യാമ്പസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മനസ്സിലാക്കിയിടത്തോളം മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ക്യാമ്പസ്. പിന്നെ ഇർഷാദ് സാറ് ചോദിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ഓർത്ത ചില സംഗതികളുണ്ട്. പനസ് സാറ് പറഞ്ഞല്ലോ, ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വിഷൻ അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നിലവിലുണ്ടായിരുന്നൊരു സിസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ബേസിക്കായിട്ട് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ബാക്കി സ്റ്റുഡൻസിന് വേണ്ട എയ്ഡുകളൊന്നും വേണ്ട പോലെ കിട്ടുന്നില്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അന്ന് സ്ഥാപനങ്ങൾ നടത്തിയ ആളുകളെയോ അതല്ലെങ്കിൽ സ്ഥാപനങ്ങളെയോ ശരിക്ക് കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു പ്രൊഫഷണൽ പഠന മേഖല എമർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്ന ഒരു സമയമാണത്. അപ്പോൾ അതിൽ അന്ന് ചെയ്ത ആളുകളെ നമ്മൾ ശരിക്കും മാക്സിമം ചെയ്തിട്ടുണ്ട്. അതെ, അപ്രീഷിയേറ്റ് ചെയ്യാണ് വേണ്ടത്. കാരണം നമുക്കറിയാം, കുറച്ചും കൂടി ഏജ്ഡായിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പോയിട്ടാണ് ഇത് കോഴ്സ് പഠിക്കുക. ആ സമയത്ത് ഈ എല്ലാ വിഷയവും ഒരു സ്ഥലത്ത് തന്നെ പഠിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഇപ്പം ഒരു ട്യൂഷൻ പോലൊക്കെ ഒരു പേപ്പറിനോ 2 പേപ്പറിനൊക്കെ ഓരോ ഫാക്കൽറ്റി എന്നാണോ ടീച്ചർ എന്നാണോ എന്താണെന്ന് പറഞ്ഞത് എനിക്കറിയില്ല, അവരെടുത്ത് പോവുക. പിന്നെ കുറേയൊക്കെ സെൽഫ് സ്റ്റഡി ആയിരുന്നു. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഇത്തരം കോഴ്സുകൾ, അതെ ഈ ഒരു നമ്മളെ പോലെ ഒരു സ്ഥാപനം എന്നൊക്കെ ഉള്ളൊരു ആ ഒരു വ്യവസ്ഥിതിക്ക് മുമ്പ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ അനസാർ ഒരു ഭയങ്കര എന്താ പറയുക, നല്ലൊരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു അക്കാഡമിഷ്യനാണ്. അത് ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഫേസ് ചെയ്ത പല പ്രോബ്ലംസും ഉണ്ട്. നമ്മളിങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവില്ല, ഇങ്ങനെ കൂടെ ആയിരുന്നെങ്കിൽ അതൊന്നായേനെ എന്നൊക്കെ വിചാരിക്കുന്ന അത്തരം സംഗതികളൊക്കെ നിലവിലുണ്ടായിരുന്ന ക്ലാസ് കൊടുക്കുക എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റം
അതിനോട് കൂടെ തുന്നിച്ചേർത്തിട്ടാണ് ഇപ്പം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ICMS വന്ന് ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക് വേറൊന്നും വറീഡാവേണ്ട കാര്യമല്ല. പഠിച്ചാൽ നമ്മൾ ഈ സ്പൂൺ ഫീഡിങ് എന്നൊക്കെ ഇതിനെ ചിലർ തെറ്റിദ്ധരിക്കലുണ്ട്. കാരണം പുറത്തുനിന്ന് നോക്കിക്കണ്ടാൽ ചിലപ്പോൾ വിചാരിക്കും ഇത് എല്ലാം സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന്. പക്ഷേ നമ്മൾ അവിടെ ശരിക്കും നമ്മളൊരു അക്കാഡമിക് സ്ട്രാറ്റജി തന്നെ ഈ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്, എക്സാംസ് നടത്തുന്നുണ്ട്, വേണ്ട പോലെ നോട്ട്സ് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പം പോലും കുട്ടികളെ തന്നെ സ്വന്തമായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് വായിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഏതൊരു ഫാക്കൽറ്റിക്കും വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടോ ഇങ്ങനെയൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് തോന്നുക ഇത് കുട്ടിക്ക് ഭയങ്കര എളുപ്പമാവുമല്ലോ, എക്സാം പാസ്സാവുമല്ലോ എന്നുള്ളതാണ്. ഫോർ ദ ടൈം ബീയിങ് ചിലപ്പോൾ അത് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. വലിയ ടെക്സ്റ്റ് ബുക്കുകളും സ്റ്റഡി മെറ്റീരിയൽസൊക്കെ തപ്പി ഒരുപാട് സമയം കളയണ്ട എന്നൊക്കെ ചിലപ്പം ആ ഒരു വിദ്യാർത്ഥി വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനും സ്വന്തമായിട്ട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒന്നും ഇവർക്ക് പറ്റുന്നില്ല. അതുമാത്രമല്ല ഈ ഫാക്കൽറ്റീസൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ചെറിയ നോട്ടുകൾക്കുള്ള അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള പരിമിതി ഇതിനുണ്ട്. കാരണം അയാളെ സ്റ്റുഡൻസിന് ഇത് നല്ലതാണല്ലോ എന്നുള്ള ഒരു ബോണഫൈഡ് ഇൻറ്റൻഷൻ തന്നെയാണ് അവിടെ ഉള്ളത്. പക്ഷേ നമ്മളെ ഓരോ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഉള്ള ലിമിറ്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അയാളെ ചിന്തകൾക്കും അതല്ലെങ്കിൽ അയാൾ പ്രിപ്പയർ ചെയ്യുന്ന നോട്ടിനും എല്ലാത്തിനും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഇർഷാദ് സാർ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ചില കുട്ടികളൊക്കെ ചില എക്സാം സീസൺ കഴിയുമ്പോൾ ഒരു പരിധിയിലധികം ഇങ്ങനെ ഫാക്കൽറ്റീസിൻ്റെ നോട്ട്സ് അതല്ലെങ്കിൽ ഇവർക്ക് ചെറുതായിട്ട് എളുപ്പത്തിൽ കിട്ടുന്ന സംഗതികൾ യൂസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വരുന്നൊരു പാറ്റേണിൽ നിന്ന് മാറി ക്വസ്റ്റ്യൻസ് വരുമ്പോഴോ ഒക്കെ അത് അറ്റൻഡ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് തോന്നുന്ന അനസാർ ശരിക്കും ഫോഴ്സ്ഫുള്ളി ഈ ഒരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്തത് ഭയങ്കരമായിട്ടുള്ള മാറ്റം വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. റിസൾട്ടിലുണ്ടല്ലോ ഉണ്ട്, റിസൾട്ടിലുണ്ട്. കേരളത്തിലാകെ ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ കേരളത്തിലെ മൊത്തം 1067 റീസെന്റ് ഇപ്പൊ വന്ന റിസൾട്ട് 2024 ഡിസംബറിൽ അതായിരിക്കും സർ പറയുന്നത് അല്ലേ? ഡിസംബറിൽ ഞാനീ പറയുന്ന സാഹചര്യം കൂടെ ഉണ്ട്. ഏതറിയോ, പുതിയ കാലത്തെ കേരളത്തിന്റെ ടോപ്പ് ബെസ്റ്റ് ആക്ട്രസസ് ഇതെല്ലാവരും പരസ്യം ചെയ്യപ്പെടുന്ന മേഖലയിൽ റിസൾട്ട് വരുമ്പോ 2024 ഡിസംബറിൽ 1029 കുട്ടികളാണ് CMA ഫൗണ്ടേഷൻ പാസ്സായത് കേരളത്തിൽ നിന്ന്. 1029 ഉള്ളൂ എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് പോലും ആ 1029 373 ICMS ആണ് എന്നുള്ളത് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയിൽ അതിൽ തന്നെ 30-ലധികം കുട്ടികളല്ല 300 എബോവ് സ്കോർ ചെയ്തത്. അതെ 30-ലധികം അത്രയും കുട്ടികൾ 300-ലധികം സ്കോർ ചെയ്തു എന്നുള്ളതൊക്കെ സൽമാൻ സർ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് പോലും ഫാക്കൽറ്റീസിന്റെ അടുത്തുള്ള കാര്യങ്ങൾ അടക്കം നമ്മൾ പരിശോധിച്ചിട്ട് ചേഞ്ചസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നി വേറൊരു കാര്യം കൂടെ, സൽമാൻ സർ പറഞ്ഞപ്പോൾ സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞു. ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഒരു 17 വർഷം മുമ്പ് +2 ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി, ഈ വിദ്യാർത്ഥിയുടെ മുന്നിൽ തുടർ പഠനം എന്നുള്ളത് കേരളത്തിൽ വലിയ വലിയ കലാലയങ്ങളുണ്ട്, കോളേജുകളുണ്ട്. ഈ കോളേജുകളുടെ ഒരു ലൈഫ്, ക്യാമ്പസ് പൊളിറ്റിക്സ്, അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് ലോകം, ഇതിനെ എപ്പോഴും ഒരു വശീകരണമായി കുട്ടികൾക്കുണ്ട്. ആ സാഹചര്യത്തിൽ അന്നും ഇന്നും ഭൂരിഭാഗം CMA ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ടൗണിൻ്റെ പ്രധാന മേഖലയിൽ ബിൽഡിങ്ങിൻ്റെ 3-ാം നിലയിലും 4-ാം നിലയിലും മാത്രം ഒതുങ്ങി കൂടുമ്പോഴാണ് ICMS ആണ് എൻ്റെ ഒരു വിശ്വാസപ്രകാരം മലബാറിൽ, എന്തായാലും മലപ്പുറത്ത് ആദ്യമായിട്ട് സ്വന്തമായിട്ട് ക്യാമ്പസ് പണിതിട്ടുള്ളത്. ഇത് ഇങ്ങനൊരു ചേഞ്ച് വന്നതും കുട്ടികൾക്ക് ഇത് നോക്കി കാണാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെന്ററിൽ പോകുന്ന ഫീലേ ഉള്ളൂ. അതും തന്നെ ഒരു 15 വർഷത്തിന്റെ ഈ ഒരു ഇടക്കാലത്തൊക്കെ കുട്ടികൾക്ക് അതിനോട് വിമുഖത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു ക്യാമ്പസ് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്ന് അതിനും കൂടെ ചിലപ്പോൾ അനുസരിച്ച് ഉത്തരം പറയാനുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ 14 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലാസ് റൂം ഒരു ഓഫീസ് റൂമായിരുന്നു. പിന്നെ ഡേ ബൈ ഡേ നമ്മൾ റിസൾട്ടും കാര്യങ്ങളും വന്നു. അങ്ങനെ നമുക്ക് 2 ബിൽഡിങ്ങിലായിട്ട് ICMS നടത്തേണ്ട ഒരു സാഹചര്യം വന്നു. അറിയാലോ, ഒരേ ലൊക്കേഷനിൽ 2 ബിൽഡിംഗ് നടത്തുമ്പോഴുള്ള ഓപ്പറേഷനായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നിലവിലുള്ളടത്ത് സ്ഥലമില്ല. അപ്പോൾ വേറൊരു ബിൽഡിംഗ് കൂടി നമ്മൾ വാടകയ്ക്ക് എടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂടിയും മാനേജ് ചെയ്യാൻ ഇത്തിരി പാട്. ആ സമയത്താണ് നമ്മൾ ഇതെല്ലാം കൂടി ഒറ്റൊരു കുടക്കീഴിൽ എന്നുള്ള ചിന്ത വന്നത്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതൊരു ക്യാമ്പസാണ്. നമുക്ക് കുട്ടികൾക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇത്രയും കൂടി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കൊടുക്കാം, സോഫ്റ്റ് സ്കിൽ ട്രെയിനിങ്, കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ കൊടുക്കാമെന്നൊക്കെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ളൊരു ക്യാമ്പസ് ബിൽഡ് ചെയ്തത്. ഇന്ന് നമ്മളെ ക്യാമ്പസ്
പിന്നെ 100% ഒക്കുപ്പൻസിയിലാണ് പോകുന്നത്. ഏകദേശം പിന്നെ CAക്കും CMAക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അഡ്മിഷനായിട്ട് നല്ല റിസൾട്ടായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. പഠനത്തോടു കൂടെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതോട് കൂടെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് വളരെ വൃത്തിയായിട്ട് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. മിഷി സാർ, അതിൽ നമ്മൾ മറ്റു സ്ഥാപനങ്ങളായിട്ട് നമുക്കുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരിമിതിയും കൂടിയായിരുന്നു അത്. അതായത് ഓരോ ക്ലാസ്സിലും കുട്ടികൾ എന്ന് അറിയുമ്പോഴാണ് അടുത്ത ക്ലാസ് റൂം പോലും നമ്മൾ ഉണ്ടാക്കുക. ഇതുവരെ അങ്ങനെ വന്നിട്ടുള്ളൂ. ഓരോ വർഷവും ക്ലാസ് റൂമുകൾ അധികമായിട്ട് ആവശ്യമായിട്ട് വന്നു. ഇപ്പോൾ ഏകദേശം ഒരു 7 years ആകുമ്പോഴാണ് ക്യാമ്പസ് പ്ലാൻ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതുവരെയുള്ള അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് നമ്മൾ ഒരു ക്ലാസ് റൂം 2 ക്ലാസ് റൂമിൽ തുടങ്ങിയിട്ട് പിന്നെ കുട്ടികൾ ഇങ്ങനെ വരുമ്പോഴാണ് അടുത്ത ക്ലാസ് റൂം ഇതിന് വേണ്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്ലാനഡ് അല്ല എന്നുള്ള ഒരു പ്രശ്നം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ശരിക്കും നമ്മൾ ഫേസ് ചെയ്തിട്ട് കൂടിയുണ്ട്. ഓക്കെ, നമ്മളെ പരിമിതി എന്ന് പറയുന്നത് നമ്മളടുത്ത് ശരിക്കും അതിന് സ്പെൻഡ് ചെയ്യാൻ മാത്രമല്ല, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആദ്യ കൂട്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പിന്നെ കുട്ടികളെ വിളിച്ച് വരുത്തുന്ന അങ്ങനെയുള്ള ഒരു സ്ഥിതി ആയിരുന്നില്ല നമ്മളിതൊന്നും കൂടെ അതിൽ ചേർത്ത് പറയണം ശരിക്കും. പക്ഷെ ക്യാമ്പസ് എന്ന് മാത്രം പറഞ്ഞ പോരാ, ആ ക്യാമ്പസ് ബിൽഡ് ചെയ്യുന്നതിലുള്ളൊരു ദീർഘവീക്ഷണം, അത് ഇക്കോ ഫ്രണ്ട്ലി ആക്കുന്നതിലും അതിൻ്റെ ഒരു എസ്തെറ്റിക്സിൽ ഡിസൈനിലും അതിലൊക്കെ അന്ന് ശ്രദ്ധിച്ചു. പരിമിതമായ ലെവലിലാണ് നമ്മളൊക്കെ ബാക്ക്ഗ്രൗണ്ട്, വലിയ ബിഗ് ഷോട്ടുകളൊന്നുമില്ല, നമുക്ക് ആര് സ്രാവുകളൊന്നും പിൻബലത്തുന്നില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റിയത് ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ടാണ്. അതിനെ ശരിവെക്കുന്നതാണ് 2023 മലപ്പുറത്ത് കേരളത്തിൽ മൊത്തത്തിൽ ശുചിത്വ മിഷൻ ഒരു പ്രവൃത്തി നടത്തി. ഈ ശുചിത്വ മിഷന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആദ്യത്തെ CA-CMA ക്യാമ്പസും കൂടെ നമ്മുടെ ക്യാമ്പസ് ആയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു എക്കോ ഫ്രണ്ട്ലി കൺസെപ്റ്റിനോട് കുട്ടികളും കൂടെ സഹകരിക്കുന്നുണ്ട്. നമ്മൾ പ്രോഗ്രാമൊക്കെ വെക്കുമ്പോഴേ ഗസ്റ്റ് ആൾ വരുമ്പോൾ ആദ്യം ചോദിക്കും, ഇത് ആരുണ്ടാക്കിയത്, ആരുടെ ഐഡിയ ആണ്, ആരുടെ ഡിസൈൻ ചെയ്ത് എന്നുള്ള എപ്പോഴും ചോദിക്കലുണ്ട്. അതിൻ്റെ ഒരു ബിൽഡിംഗ് അങ്ങനെയാണല്ലോ വരുന്നത്, സ്ട്രക്ചർ. ഓക്കെ, ഇതില് സൽമാൻ സാർ ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ, അതായത് ക്ലാസ് റൂമുകൾ ഫില്ല് ചെയ്യുമ്പോഴാണ് ഉണ്ടായി എടുക്കുമ്പോൾ ഇനിയൊന്നും ഉണ്ടാക്കുന്നത് എന്നുള്ളത് വരുമ്പോൾ എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആർക്കും ആൻസർ ചെയ്യാം, ഓപ്പൺ ടു ഓൾ. അങ്ങനെയാണെങ്കിൽ ICMS എവിടം വരെ എത്തി എന്നുള്ളതാണ്. അതായത് കേരളത്തിന്റെ ബൗണ്ടറി വിട്ടിട്ട് ICMS പോയിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഒരു സ്റ്റുഡന്റ് അല്ലേ, ഇന്നത്തെ നിരീക്ഷണത്തിൽ ഇന്ന് നമ്മളെ ക്യാമ്പസിൽ വന്നത് വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞാൽ ICMAയുടെ തലസ്ഥാനം, ഹെഡ്ക്വാർട്ടേഴ്സ് നിൽക്കുന്ന വെസ്റ്റ് ബംഗാൾ. ICMA തലസ്ഥാനം ഇന്നലെ ഡൽഹിക്ക് പുതിയ അറിവായിരുന്നു, എനിക്ക് പുതിയ തന്നെയാണ്. അല്ല, അങ്ങനെയുള്ള സ്ഥലത്തുനിന്ന് ICMAയുടെ നാഷണൽ ഹെഡ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലത്തുനിന്ന് വെസ്റ്റ് ബംഗാളിൽ CBSE +1 +2 പൂർത്തീകരിച്ച വിദ്യാർത്ഥി ഇന്ന് മലപ്പുറത്ത് കോട്ടക്കൽ ICMS വന്ന് അഡ്മിഷൻ എടുത്തു. ഞാൻ ചോദിക്കുന്നത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതിനൊരു ലെങ്ത് അവിടം വരെ എത്തി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം എന്താണ്? അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് ഉത്തരം എന്താണ്? ഇതില് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, മറ്റുള്ള സ്ഥാപനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെന്റിൽ ചിലവാക്കുന്ന വളരെ കുറവാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന പിന്നെ അഡ്മിഷൻ എന്ന് പറയുന്നത്, ICMS ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 100% ആ കുട്ടിയെ സാറ്റിസ്ഫൈ ആക്കാൻ ശ്രമിക്കാറുണ്ട്. ആ കുട്ടി പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ അറിവിലുള്ള ആളുകളെ നമ്മളടുത്തേക്ക് റെഫർ ചെയ്യാറുള്ളൂ. അതാണ് ICMSന്റെ സ്ട്രെങ്ത്ത്. അങ്ങനെ തന്നെയാണ് ICMSലേക്ക് എല്ലാ വർഷവും അഡ്മിഷൻ വരുന്നതും. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. പരസ്യത്തിന്റെ കാര്യത്തിൽ പരസ്യമാണല്ലോ എല്ലായിടത്തും എത്തിക്കുന്നത്. പക്ഷെ പരസ്യമില്ലാതെ ബംഗാളിൽ നിന്ന് ഒരു കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. ഷുവറാണ്. ബംഗാളിൽ നിന്ന് മാത്രമല്ല, മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും അതേപോലെ ലക്ഷദ്വീപിൽ നിന്നൊക്കെ കുട്ടികൾ ഇവിടെ അതാണ് ഞാൻ ചോദിച്ചത് സാർ. അതിന്റെ ഒരു നമുക്ക് അങ്ങനെ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇതിനൊക്കെ വലിയ തുക ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ്ടേ. നമ്മൾ ശരിക്കും നമ്മൾ കൂടുതൽ എഫേർട്ട്, നമ്മളെ റിസോഴ്സ് ശരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അക്കാഡമിക്കിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അക്കാഡമിക്സ് സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അങ്ങനെ വരും എന്നുള്ളതാണ്. അതല്ലാതെ പിന്നെ നമ്മൾ ബാക്കി കാര്യങ്ങളത്ര കൺസേൺഡ് ആവണ്ട. പഴഞ്ചനാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ലെവല് എന്നുള്ള രൂപത്തില് ചെറിയ തോതിൽ, അതായത് നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മളിവിടെ ഉണ്ട് എന്നുള്ള കോലത്തിൽ പറയാൻ വേണ്ടി മാത്രമേ നമ്മൾ യൂസ് ചെയ്യാറുള്ളൂ. അല്ല, എനിക്കൊന്നും ഇതൊരു ബിസിനസ് സീക്രട്ടും കൂടെ ആണോ എന്ന് സംശയമുണ്ട്. ഞാനല്ല, സീക്രട്സുകൾ ആർക്കും അറിയാത്തതൊന്നുമല്ല. പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നിടത്താണ്. അത് ആത്മാർത്ഥത മാത്രം പോരാ, അതിനൊരു ദീർഘദൃഷ്ടിയും അതിനൊരു തൻ്റെടും ഒരു കോൺഫിഡൻസും ഒക്കെ വേണം. അത് നമ്മളെ ടീമിലുണ്ട് എന്നാണ് അതിന് ഞാനൊന്നുകൂടെ ശരി വെക്കുന്നുണ്ട്. എന്താ, ഒന്നാമത്തെ കാര്യം, നമ്മൾ മലപ്പുറത്ത് എടുത്ത് നോക്കി, കഴിഞ്ഞ കൊല്ലം
ഏറ്റവും കൂടുതൽ എല്ലാ പത്രങ്ങളുടെയും മുൻ പേജിൽ പരസ്യം ചെയ്ത ഒരു സ്ഥാപനം, എന്ന സ്ഥാപനം എന്നൊന്നും പറയുന്നില്ല, അപ്പൊ കുറെ പരിമിതികളും പ്രശ്നങ്ങളും ഉണ്ടാവും. അതൊന്നും വേണ്ട. ആ സ്ഥാപനങ്ങള് ഇന്ന് കാണുന്നില്ല. അപ്പൊ അങ്ങനെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല്, കാരണം പരസ്യത്തിന്റെ ഓളം കൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പിടിച്ചു നിൽക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ അത്തരം സ്ഥാപനങ്ങൾ എക്കാലത്തും നിലനിൽക്കണമായിരുന്നു എന്നുള്ളതാണ്. അത് ഞാൻ ശരിവെക്കുന്നുണ്ട്, ഒരു പോയിന്റ് ശരിയാണ്. നമ്മളതിലേ ഇപ്പോൾ നമ്മൾ 10-11 വർഷമായി പറഞ്ഞ് 11 വർഷത്തിനുള്ളിൽ നമുക്കൊരു 3 ബ്രാഞ്ച് ആയിട്ടുള്ളൂ. നമ്മൾ ഗ്രാജ്വലി ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതെ, അത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ എന്താണ് ഞാൻ പറയുന്നത് സ്ലോ സ്റ്റെപ്പ്, സ്ട്രോങ് സ്റ്റെപ്പ്. അതെ എങ്ങനെ സ്ലോ സ്റ്റെപ്പ്, സ്ട്രോങ് സ്ട്രോങ് സ്റ്റെപ്പ് എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിക്ക് വേണ്ട ഒരു മോട്ടോ ആണ് ഇത് അല്ലേ? അത് ഞങ്ങളെ ശരിക്കും ഈ സംഭവം ഇതിനെ ഫ്രാഞ്ചൈസ് ചെയ്യുക, അതിന് സത്യം പറഞ്ഞാൽ ഒരുപാട് ബിസിനസ് സാധ്യതകൾ ഇതിനുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ ആലോചിക്കൽ, പുതിയതായിട്ടൊരു ബ്രാഞ്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ ഫസ്റ്റ് ബ്രാഞ്ചിൽ നമുക്ക് എത്ര ഫോക്കസ് ചെയ്യാൻ പറ്റും, ഫസ്റ്റ് ബ്രാഞ്ചിൽ വന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് ഏത് ലെവൽ ഓഫ് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, അത് പുതിയതിൽ കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു ഉറപ്പ് വരുമ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, പുതിയ ഒന്നിനെ കുറിച്ച് ആലോചിക്കാറുള്ളൂ. ചിലപ്പോൾ നമ്മൾ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ മേ ബി വിചാരിക്കും ഇത് നല്ലൊരു ബിസിനസ് മോഡൽ അല്ല എന്ന്. കാരണം ഇത് നമ്മളെ പരിമിതി പറഞ്ഞിങ്ങനെ എന്താ പറയുക, അങ്ങനെ അഭിമാനം കൊള്ളേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഇതിൽ ശരിക്കും നമ്മളൊരു പാഷനാണ്. നമ്മൾ ഈ ടീമിൻ്റെ വിശ്വാസാർ അടക്കമുള്ള നമ്മളെ ഈ ടീമിനെ നമുക്ക് ഈ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള പണിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല സൽമാൻ സാറേ, അതിലെ ഒരു നമ്മളെ സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഓൾറെഡി ഉള്ള ഫ്രണ്ട്സാണ്, അറിയുന്ന ആളുകളാണ്. അതിൻ്റെ ഒരു കംഫർട്ടും നമ്മെ സംബന്ധിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളൊരു പാഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ വലിയ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിലോ അതല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് സാധ്യതകൾ ഉണ്ടായിട്ടും അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ഫണ്ട് ഇതിനാവശ്യം വരും. അപ്പോൾ എക്സ്റ്റേണൽ ഫണ്ട് വരുമ്പോൾ നമ്മൾ ഇപ്പം ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ പറയാണ്, ഒരു പുറത്തുനിന്നൊരു ടീം വന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന എക്സ്ട്രാ കോസ്റ്റ് കാര്യങ്ങൾ ഭയങ്കര കൺസേൺ ഉണ്ടാവില്ലേ? ഇപ്പോൾ ഒരു ബാച്ചിലെ കുട്ടികൾ വന്നിട്ട് പറയുകയാണ് ഈ ഭാഗം ഞങ്ങൾക്ക് മനസ്സിലായില്ല, നമുക്കിത് വേറെ എന്തേ ആലോചിക്കാനുണ്ടോ, ഡേറ്റ് ഉണ്ടോ, ഫാക്കൽറ്റിക്ക് ഡേറ്റ് ഉണ്ടോ, ഓക്കെ അക്കാഡമിക് സ്കെഡ്യൂളിൽ ഇതും കൂടെ ചേർക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ, ഇത്രേ നോക്കേണ്ടതുള്ളൂ. നേരെ മറിച്ച് വേറൊരാളും കൂടി ഇതിൽ ഫണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത്രയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇതിൽ ഡിസിഷൻ എടുക്കാൻ പറ്റൂല. പിന്നെ ഇത് ഇത്തരം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ജസ്റ്റ് ബിൽഡപ്പ് ചെയ്ത് ഇത് സെല്ല് ചെയ്തിട്ട് മാറുന്ന ആളുകളുണ്ട്. അപ്പൊ നമുക്കും അങ്ങനെയൊക്കെയുള്ള ഓഫറുകൾ ഇതിലേക്ക് വരും. പക്ഷെ അവിടെ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വർത്താനം കേട്ടിട്ടാണ് ഈ ഒരു പാരന്റോ അല്ലെങ്കിൽ ഈ കുട്ടി വന്നിട്ട് അഡ്മിഷൻ എടുക്കുന്നത്. ശരിക്കും നമ്മളവിടെ കമ്മിറ്റഡ് ആണ് നമ്മൾ ശരിക്കും. ഇത് എല്ലാം വെച്ചിട്ട് നല്ലൊരു അവസരം കിട്ടുമ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കുക, ഒരു പക്ഷേ നമ്മളെ വാക്കൊക്കെ കേട്ട് വന്ന് ഇവിടെ ചേരുന്ന ഒരു കുട്ടിക്ക് നമ്മൾ മാറിയിട്ട് വേറൊരാൾ വരുമ്പം ഈ ലെവൽ ഓഫ് ഒരു സാറ്റിസ്ഫാക്ഷൻ അതല്ലെങ്കിൽ ഈ അവൻ്റെ സ്വപ്നങ്ങളിലേക്ക് എത്താൻ ശരിക്കും നമ്മളെ ഒരു സംഗതി ഒരു സിസ്റ്റം അവിടെ ഉണ്ടെങ്കിൽ പോലും പേഴ്സണലായിട്ട് നമുക്കിതിൽ ഇടപെടലുകൾ നടത്താമല്ലോ. അത്തരം ഒരു ഇടപെടലുകൾ ഇവിടെ ഇതിൽ മിസ്സാവുകയും ഈ പറഞ്ഞ പോലെ നമ്മൾ ശരിക്കും അതിൽ ഭയങ്കര കോൺഷ്യസ് ആണ് നമ്മൾ. അപ്പോൾ ഞാൻ ശരിക്കും ഇതാണ് പറയുക, ഇത് നമ്മളെ പാഷനാണ്, നമ്മളെ ഇഷ്ടത്തിനാണ് ഈ പണി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതേ തരത്തിൽ ചെയ്യാൻ പറ്റുന്ന അത്രയും കാലം ചെയ്യുക എന്നുള്ളതാണ്. ഒന്നും കൂടെ ഉണ്ട് തോന്നുന്നു, ഇതേ മേഖലകൾ ടച്ച് ചെയ്ത ആളുകൾ തന്നെയാണ് അതിൽ. നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് അതാണ്. അല്ലെങ്കിൽ അതങ്ങനെ പോകുന്നു. അതിപ്പോഴും അഡ്മിഷന് കുട്ടികൾ വരുമ്പോൾ നമ്മൾ ശരിക്ക് ഇവിടെ അങ്ങനെ എല്ലാവർക്കും ഒന്നും അഡ്മിഷൻ അല്ലേ എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ എല്ലാവരും അഡ്മിഷൻ വേണ്ട. ശരിക്കും ഈ കോഴ്സ് ചെയ്യാൻ കാലിബറുള്ള അതേപോലെ തന്നെ ഇതിൽ കമ്മിറ്റ് ചെയ്യുന്ന നമുക്ക് ഇവനോട് സംസാരിക്കുമ്പോഴോ അതല്ലെങ്കിൽ അവൻ്റെ ഇതുവരെയുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നോക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കുട്ടികളെ അഡ്മിഷൻസാണ് നമ്മൾ എടുക്കാറുള്ളൂ. അതിൽ വേറൊരു കാര്യം, അപ്പോഴുള്ളൊരു കാര്യമുണ്ട്, ഒരു 55% അല്ലെങ്കിൽ 60% ഒക്കെ മാത്രം +2 സ്കോർ ചെയ്ത് വന്ന കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ട്. അങ്ങനെ എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേപ്പർ കൊടുത്തിട്ട് ആൾക്ക് ഇത് താങ്ങുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം. അത് ഒന്നാമത് നമ്മളിത് പഠിച്ചതാണ്, ഇത് എത്രമാത്രം അതെ എത്രമാത്രം ഇതിന് കമ്മിറ്റ് ചെയ്യണോ അതല്ലെങ്കിൽ ഇതിൽ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള മാനസികമായിട്ടുള്ള അതല്ലെങ്കിൽ ഇമോഷണലി ഒക്കെ ഭയങ്കര ഡൗൺ ആവുന്ന അവസ്ഥകളൊക്കെ ഇതിലുണ്ട്.
അപ്പൊ അതൊക്കെ താണ്ടാൻ കൂടെ ഈ കുട്ടികൾക്ക് പറ്റണല്ലോ. മാർക്ക് നമ്മൾ നോക്കലുണ്ട്. അപ്പൊ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പൊ നമുക്ക് മഞ്ചേരി ആണെങ്കിലും കോട്ടക്കലാണെന്നുണ്ടെങ്കിലും നമ്മൾ 100% കപ്പാസിറ്റിയിലാണ് നമ്മളിപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ജൂൺ കഴിഞ്ഞാൽ ഇനി വീണ്ടും ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് റൂമുകൾ വേണം എന്നൊക്കെയുള്ളൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. മാർക്ക് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മാർക്ക് നമ്മൾ നോക്കാറുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കുട്ടി അഡ്മിഷന് വന്നു, അപ്പോൾ അവൻ്റെ ട്രാക്ക് നോക്കുമ്പോൾ അവനെ കൊണ്ട് ഇത് കഴിയില്ല എന്നാണ് അവൻ്റെ മാർക്ക് വെച്ചിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിന് പല കാരണങ്ങളുണ്ട് എന്ന് ആ കുട്ടി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവൻ അത്രയും പാഷനേറ്റ് ആണ്, എനിക്ക് അതുവരെ ഞാൻ ഉഴപ്പി, അപ്പോൾ ഒന്ന് റിട്ടേൺ അയക്കും ആൻസർ, എനിക്കറിയാവുന്നതാണ്. ആൻസർ റിട്ടേൺ അയക്കും, ഒന്നും കൂടി ആലോചിച്ചിട്ട്. അപ്പോൾ അവന് വീണ്ടും ആലോചിച്ചിട്ട് ഇതിന് വില്ലിങ് ആണെങ്കിൽ പാഷനേറ്റ് ആണെന്നും അവനെ ഹാർഡ് വർക്ക് ചെയ്യാൻ വില്ലിങ് അല്ലേ എന്നും ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ എടുത്തിട്ട് പാസ്സായ ആൾക്കാരുണ്ട്. വേറെ തമാശ ഉണ്ട്. ഇപ്പൊ ഈ റെഗുലർ കോളേജുകളിലൊക്കെ അഡ്മിഷന് വേണ്ടി രാഷ്ട്രീയക്കാർ ഒരു സീറ്റ് എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് കോള് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ അതെ റിജക്റ്റ് ചെയ്ത് വിടുന്ന കുട്ടികളെ എങ്ങനെങ്കിലും ഒന്ന്, അപ്പൊ നമ്മൾ പിന്നെ അവരത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുക. രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട മലപ്പുറത്ത് ഒരു MLA റെക്കമെൻഡ് ചെയ്ത് കയറി വന്ന ഒരു കുട്ടി ഭയങ്കര റിസൾട്ടിൽ എത്തിയതുകൊണ്ട് പറയുന്ന രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരും ക്വാളിറ്റി കുട്ടിക്ക് കഴിയുമെന്നുള്ളത് മാത്രമാണ്. ഇതിൽ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇപ്പൊ നേരത്തെ നമ്മൾ ഫീസിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുമ്പോൾ മോറലായിട്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാ ബാച്ചിലും ഇത്തരത്തിൽ ഫിനാൻഷ്യലി വീക്കായിട്ടുള്ള അല്ലെങ്കിൽ നല്ല അക്കാദമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളെ നമ്മൾ ആ ലെവലിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് പോകാറുണ്ട്. മെന്റേഴ്സ് പോലും അറിയില്ല അതെ ഈ കുട്ടി എങ്ങനെയാന്നുള്ളത്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഹൈഡ് ചെയ്യാറുണ്ട്. അത് അങ്ങനെ തന്നെ എനിക്ക് ഒന്ന് ഫീൽ ചെയ്തൊരു കാര്യങ്ങൾ, കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകർ ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ച് ICMSനോട് നടത്തിയിട്ടുണ്ട്. അതുപോലെ ICMSൽ പഠിക്കുന്ന കുട്ടികളെ പലരും പീപ്പിൾ ഫൗണ്ടേഷൻ, PM ഫൗണ്ടേഷൻ ഇവരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതും ഭയങ്കര ഒരു പ്രൗഡാണ്. കാരണം അത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ എന്താ പറയുക പ്രസ്റ്റീജിയസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് പീപ്പിൾ ഫൗണ്ടേഷൻ, PM ഫൗണ്ടേഷൻ ഒക്കെ. അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാൻ മാത്രം ICMS വളർന്നിട്ടുണ്ട് എന്നുള്ളതും നമ്മുടെ പോളിസിനോട് ഒപ്പം നിൽക്കുന്ന രൂപത്തിലാണ് സൊസൈറ്റിയും വരുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇതില് ഒരു ക്രാക്കിംഗ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാനിങ്ങനെ കുറേ അങ്ങോട്ട് പോയപ്പോൾ അത് ബാക്ക് വെച്ചാണ്. ഈ ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോ മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ കേരളത്തില് ഏറ്റവും കൂടുതൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള ജില്ല. 248ഓളം അത്ര ഹയർ സെക്കൻഡറി ഉള്ള ഒരു ജില്ലയും കേരളത്തിലില്ല. അതിനർത്ഥം അത്രമാത്രം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉള്ള ഒരു ജില്ല. അതിന്റെ ഹോട്ട് സ്പോട്ടാണ് കോട്ടക്കൽ. അങ്ങനെയുള്ള കോട്ടക്കലിനെ ഒരു വലിയ കണ്ണുകളും വലിയ സ്ഥാപനങ്ങളും കണ്ണു വെച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റൂല ഈ ഇൻഡസ്ട്രിയിലെ. അങ്ങനെയുള്ള വലിയ ഓഫറുകളും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഓഫറുകളും വന്നോന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അതിന്റെ ഒരു ഉത്തരം? എനിക്ക് തോന്നുന്നു ആദ്യം നമ്മളെ ഡിസ്കഷന് തൽക്കാലം ഞാൻ ഇതിനെ നോക്കി കാണുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, വലുതോ ചെറുതോ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള നല്ല കോമ്പറ്റീറ്റേഴ്സ് വരുന്നതും നല്ലതാണ്. എനിക്ക് തോന്നുന്നത് നമ്മൾ തന്നെ കൊള്ളാം എന്നൊക്കെ നമ്മൾ തോന്നി തുടങ്ങുന്ന ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് നമ്മളെ നന്നാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയാണല്ലോ, കോമ്പറ്റീഷൻ വരുമ്പോഴാണ് നമ്മളും കൂടി നന്നാവുക. അതെ, അല്ല ആ അർത്ഥത്തിൽ അതിനെ വായിച്ചെടുക്കാം. പക്ഷെ എന്നാലും അതിന്റെ ഒരു സാധ്യത എന്തായാലും നമ്മളെ കണ്ണില് പരിശോധനയിൽ പെടാതെ പോകൂലല്ലോ എന്തായാലും. എനിക്ക് ഇതില് രസകരമായിട്ടുള്ള കാര്യം പറയാനുണ്ട്. ഇപ്പോൾ അനസാർ എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് അക്കാദമിഷ്യനാണ് എന്ന് പറഞ്ഞിരുന്ന ഇവിടെ ആഡ് ചെയ്യാനും, പിന്നെ അതേപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ICMSൽ ജോയിൻ ചെയ്തിട്ട് ഒരു 7 വർഷം ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതിൻ്റെ മുമ്പേ ഞാൻ ടീച്ചിങ് മേഖലയിലുണ്ട്. ഞാൻ പ്രൈവറ്റ് ഒരു കോളേജിൽ ഡിഗ്രിക്ക് പഠിപ്പിക്കുന്നത്. അപ്പോൾ എനിക്ക് ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ കൊമേഴ്സിലാണ്, BCom BBA അങ്ങനെയുള്ള ക്ലാസ്സുകളിലൊക്കെ ആണ് എടുക്കുക. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണല്ലോ, ഫ്രണ്ട്സാണ്. ആ ഫ്രണ്ട്സോട് പറയും ഈ മേഖലയിൽ കുറച്ചും കൂടി ബെറ്റർ പേയ്മെൻറ്റ് ഉണ്ടല്ലോ, സാറേ എനിക്കൊരു ചാൻസ് തരണം എന്ന് പറയും. അപ്പോൾ വേറെ ആരും പറയില്ല, ഞാൻ അതുകൊണ്ട് പറയാം. അപ്പോൾ ഞാനേ വിശ്വാസറിനെ അറിയണ്ടാവില്ല. ഞാൻ അൻസാറിനോട് ചോദിച്ചു, അപ്പോൾ ഏതാണ് താല്പര്യം എന്ന് ചോദിച്ചിട്ടുണ്ട് ക്ലാസ്. അപ്പോൾ ഞാൻ അക്കൗണ്ട്സ് എടുക്കലുണ്ട്, പിന്നെ കോസ്റ്റിംഗ് എടുക്കലുണ്ട്, പിന്നെ ലോ എടുക്കലുണ്ട്. അപ്പോൾ അൻസാറിന് അക്കൗണ്ട്സിൽ ഒന്ന് കയറുന്നു. അതിനെന്ത് ഒരു ഡെമോ ക്ലാസ് വെച്ചു. ഞങ്ങളൊപ്പം പഠിച്ചതാണ്. എനിക്ക് സബ്ജക്റ്റിൽ എത്രത്തോളം ഡെപ്ത് ഉണ്ട് എന്നുള്ളത് അൻസാറിന് അറിയാം. ഞാൻ ക്ലാസ് എടുത്തു. പക്ഷേ
കുട്ടികൾ നോട്ട് സാറ്റിസ്ഫൈഡ്. അൻസാർ പറഞ്ഞ് മുഷരിഫ വേണ്ടടാ ക്ലാസ്സില്ല. ഡെമോ കുട്ടികളുടെ അടുത്തുനിന്ന് നെഗറ്റീവ് റിവ്യൂ കിട്ടിയത് വേണ്ടാന്ന് പറഞ്ഞു. ലോകിയൊക്കെ വേറെ, ഈ പണിക്ക് പറ്റൂല, വേറെ സബ്ജക്റ്റ്. പിന്നെ ഫോഴ്സ് ചെയ്ത് ഇടാൻ പറ്റില്ലല്ലോ, അത് അൻസാറ പോളിസിക്ക് വിരുദ്ധമാണ്. കുട്ടികൾ നോ പറഞ്ഞ നോ വിട്ടില്ല. പിന്നെ ഇനി ആ ബാച്ചിൽ വേറെ ഏതെങ്കിലും വിഷയത്തിന് ഇടാൻ പറ്റില്ലല്ലോ, ഇത് പഴയ പരാജിതനാണല്ലോ. അപ്പോൾ പിറ്റത്തെ ഒരു ബാച്ചിൽ നെക്സ്റ്റ് ഇയർ പിറ്റത്തെ ഒരു ബാച്ചിൽ ഇന്ന് FM-നിട്ട് ഒക്കെ FM ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്ന വിഷയം. ഞാൻ ഫൈനലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞ് അതിൻ്റെ ഡെപ്തായിട്ടൊന്നും എനിക്കറിയാം. ക്ലാസ് ഞാൻ എടുത്തു. 1 ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് വേറൊരു ബാച്ചിൽ അൻസാർ ഡെമോ ഇട്ടു. ഞാൻ ഡെമോ ക്ലാസ് ഡെലിവർ ചെയ്തു. എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തന്നെ ഞാൻ ഡെലിവർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുട്ടികൾ പറഞ്ഞെന്ത് പോരാന്ന്. കാരണം എന്താ വെച്ചാൽ കുട്ടികൾ ഇന്ന് കമ്പയർ ചെയ്യുന്നത് എവിടെയാണ്, അവിടെ അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ഫാക്കൽറ്റീസിനായിട്ട് തന്നെ കമ്പയർ ചെയ്യുന്നു. കുട്ടികൾ അൻസാർ വീണ്ടും ഫീഡ്ബാക്ക് എടുത്തു. ബാഡ് റിവ്യൂ ആയിരുന്നു, ക്ലാസ് അത്ര പോരാന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. വീണ്ടും 1 വർഷം കഴിഞ്ഞു. അന്ന് എനിക്ക് കിട്ടിയത് ലോ ആണ്, ബിസിനസ് ലോ ഫൗണ്ടേഷനിൽ. അന്ന് ഞാൻ ക്ലാസ് എടുത്ത് പ്രാവശ്യം എനിക്ക് എന്തായാലും ഞാനും കുറച്ചൊന്ന് ഒരുങ്ങിയിട്ട് തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റേഷൻ ഒന്ന് ഉഷാറാക്കി. അങ്ങനെ ഞാൻ ക്ലാസ് എടുത്തു. കുട്ടികൾ ഓക്കെ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഫ്രണ്ട്സാണ്. എനിക്ക് ഈ വിഷയങ്ങളിൽ ഡെപ്ത് ഉണ്ടോ എന്നുള്ള അൻസാറിന് അൻസിന് അറിയാം. എന്നിരുന്നാൽ പോലും ഞാൻ ആ ഇൻഡസ്ട്രിയിൽ ആ ഒരു സ്ട്രീം ഉണ്ടല്ലോ, CMക്ക് ക്ലാസ് എടുക്കുന്ന ആ ഒരു ലെവലിൽ ഞാനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് 2 തവണ മടക്കി അയച്ചിട്ട് 3ാമത്തെ തവണയാണ് ഞാൻ അവിടെ ഫാക്കൽറ്റി ആയിട്ട് പിന്നെ അപ്പോയിന്റ്. ശരിക്കും വേറൊരു കോമഡി ഇതിൽ എന്താണെന്നറിയോ, ആളെ ഒരു സ്ട്രോങ് ഏരിയ എന്ന് പറയുന്ന പ്രോബ്ലം പേപ്പേഴ്സാ. ആദ്യം അക്കൗണ്ടിങ്ങും പിന്നെ FMലാണ് കുട്ടികളെ റിജക്ഷൻ വന്നത്. ആള് പോലും ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ. അതിനങ്ങനല്ല മുഷരിഫ് സാറേ, നമ്മളിപ്പോൾ മുഷരിഫ് സാറിന് മാത്രമല്ല, നമ്മളിപ്പോൾ ICMSൽ ഏത് കുട്ടികൾക്ക് എന്ത് പരാതി ഉണ്ടെങ്കിലും നമ്മളോട് നേരിട്ട് അപ്രോച്ച് ചെയ്യുക. ആ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പം ഇനിയിപ്പോൾ ഒരു ക്ലാസ് എന്നല്ല ഒരു ഫാക്കൽറ്റി എന്നല്ല ഏതെങ്കിലും ഒരു പോർഷൻ മനസ്സിലാവാഞ്ഞാൽ പോലും കുട്ടികൾക്ക് നമ്മളോട് അപ്രോച്ച് ചെയ്യുക. അത് എടുത്ത് കൊടുക്കേണ്ടെങ്കിൽ വീണ്ടും എടുത്ത് കൊടുക്കും. ഇനി അതല്ല വൈകിട്ട് ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. ഇനി അതിനൊക്കെ പുറമെ ഓരോ ക്ലാസ്സിനും ഒരു മെൻറ്റേഴ്സ് ഉണ്ട്. ആ മെൻറ്റേഴ്സും കുറച്ചൊക്കെ സബ്ജക്റ്റ് നോളജും കാര്യങ്ങളുള്ള ആളുകളാണ്, അവർക്ക് എടുത്ത് കൊടുക്കുക. ഇനി അതൊക്കെ പുറമെ നമ്മൾ ഇപ്പോൾ പേഴ്സണലായിട്ട് ഞാനോ സൽമാൻ സാറോ മുഷരിഫ് സാറൊക്കെ എടുത്ത് കൊടുക്കണം, അങ്ങനെ എടുത്ത് കൊടുക്കാറുണ്ട്. നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു കുട്ടി ICMSൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി അവിടെ നിന്ന് പോകേണ്ടത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇറങ്ങി പോകണം എന്നുള്ളൊരു പോളിസിയാണ് നമുക്കുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓരോ പോളിസി മെയിൻറ്റെയിൻ ചെയ്യാന്ന് മാത്രം. മുഖം നോക്കാതെ നടപടി എടുത്തിട്ടുണ്ട്. അല്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ഭയങ്കര ഫാൻസാണ് അല്ലേ. ഒരുപാട് കുട്ടികൾ ഭയങ്കര നല്ല ഹാപ്പി ആയിട്ട് ആണ് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് പോകാറുള്ളത്. വേറൊരു കാര്യം, നമ്മുടെ ഈ പഠന മേഖലയ്ക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ ഫൈനാൻഷ്യൽ ബേർഡൻ എന്നുള്ളത്, ഈ ഒരു ഫൈനാൻഷ്യൽ ബേർഡന് ശരിക്കും ഇല്ല എന്നുള്ളതാണ്. ചില സന്ദർഭത്തിൽ കുട്ടികൾ തന്നെ സംസാരിച്ചിട്ടുണ്ട്, 0 കോസ്റ്റിലൊക്കെ ഞങ്ങൾ പഠിച്ചിറങ്ങി എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ റാങ്കുകൾ പരിശോധിച്ച റാങ്കുകളിൽ തന്നെ വന്ന കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് 0 കോസ്റ്റിലാണ് ICMSൽ പഠിച്ചിറങ്ങിയത് എന്നുള്ളത്. അപ്പോൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സ്കോളർഷിപ്പുകൾ, ഈ പഠന മേഖലയിലേക്ക് വേണ്ട സ്കോളർഷിപ്പുകൾ ഏതെല്ലാമാണ്, അത് എന്താണ് ആ കുട്ടികളുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു അടിസ്ഥാനം എന്നുള്ളത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഇതിന് നമുക്കൊന്ന് അറിയാൻ പറ്റുമല്ലോ, എങ്ങനെയാണത്? ഇതിൽ ഇർഷാദ് സാറേ, സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞാൽ 2 തരത്തിലുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ഒന്ന് ഗവൺമെൻറ് തലത്തിലുള്ള സ്കോളർഷിപ്പുണ്ട്, മറ്റൊന്ന് പ്രൈവറ്റ് ബോഡീസ് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട്. ഇനി ഗവൺമെൻറ് തലത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. അതിൽ ICMS രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ ICMSൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മെറിറ്റ് കം മീൻസ് എന്ന് പറഞ്ഞൊരു സ്കോളർഷിപ്പ് അവൈലബിൾ ആണ്. അത് കിട്ടുകയാണെങ്കിൽ കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ കോഴ്സിൻ്റെ ഒരു 50 to 60% ഓൾറെഡി കിട്ടുന്ന രീതിയിലാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബാക്ക്വേർഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്, മൈനോറിറ്റി വെൽഫെയറിൻ്റെ സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ പിന്നെ നമ്മുടെ PM ഫൗണ്ടേഷന് അങ്ങനത്തെ സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സ്കോളർഷിപ്പ് കിട്ടി പല കുട്ടികൾക്കും 0 കോസ്റ്റ് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിൽ ചില ഗവൺമെൻറ് സ്കോളർഷിപ്പുകൾ ചില വർഷങ്ങൾ വിളിക്കാറില്ല, ചിലത് വിളിക്കാറുണ്ട്. അത് നമുക്ക് കൺഫേം ആയിട്ട് പറയാൻ സാധിക്കാറില്ല. എന്നിരുന്നാലും സ്കോളർഷിപ്പുകളുണ്ട്. പിന്നെ CA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ നേരിട്ട് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്, CME ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. അത് കുട്ടികൾക്ക് അവരുടെ എലിജിബിലിറ്റി എന്താണോ അതിനനുസരിച്ചാണ് കിട്ടിപ്പോരുന്നത്. അതിന് എല്ലാ പിന്നെ എന്താ പറയുക വർക്ക്സും അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആര് ചെയ്ത് കൊടുക്കും, ICMS തന്നെ ചെയ്ത് കൊടുക്കാറുണ്ട്.
അതിൽ ഒരു കാര്യം കൂടെ ഈ സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2 കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് കൊടുക്കുമ്പോൾ ഈ കോഴ്സിനെ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യണം. ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഈ കോഴ്സ് പഠിച്ച കുട്ടികൾ രാജ്യത്തിന് എത്രത്തോളം ആവശ്യകത ഉണ്ട് എന്നുള്ളൊരു ഹൈലൈറ്റ് അവിടെ ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതെങ്ങനെ സ്കോളർഷിപ്പ് കിട്ടും? ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിൽ പോർട്ടലുകളിൽ, സ്കോളർഷിപ്പ് പോർട്ടലുകളിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ഈ പഠിക്കുന്ന കുട്ടി ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്നുള്ളതിൽ മെൻഷൻ ചെയ്യണം. അത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഇല്ല. കേരളത്തിലും മറ്റൊക്കെ ഉള്ള പുറത്തൊക്കെ ഉള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അത്തരം പോർട്ടലുകളിലൊന്നും വരാത്ത വെറും പ്രൈവറ്റ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. പക്ഷേ ICMS അവിടെ എന്തുണ്ട്, നെയിംഡാണ്. ആ പോർട്ടലിൽ എവിടെ പഠിക്കുന്നു എന്നുള്ള ഓപ്ഷന് മറ്റു കുട്ടികൾക്ക് ഓപ്ഷൻ ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് ICMS എന്ന് പറയുന്ന ഓപ്ഷൻ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ ICMSൻ്റെ വാല്യൂം കൂടെ നമുക്ക് അവിടെ മനസ്സിലാക്കും. അതായത് NSP പോർട്ടലിലൊക്കെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന് കാരണം ICMS CMൻ്റെ ഓതറൈസ്ഡ് സപ്പോർട്ട് സെൻ്ററാണ് മലപ്പുറം ജില്ലയിൽ. സാർ ഇതിൽ ഒന്നും കൂടെ ഈ സീറോ കോസ്റ്റിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഈ കോഴ്സുകൾക്കുള്ള. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിലേക്ക് പോകാമെന്നോ ആ ട്രെയിനിങ്ങിൽ കിട്ടുന്ന സ്റ്റൈപ്പൻഡ് ഇതും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ഇപ്പോൾ നല്ല സ്റ്റൈപ്പൻഡ്. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ നോട്ടിഫിക്കേഷൻ എടുത്ത് വായിച്ചാൽ CMA ഇൻ്റർമീഡിയറ്റ് ക്വാളിഫൈ ചെയ്തവർക്ക് 20,000 to 24,000 ഒക്കെ ട്രെയിനിങ് സപ്പോർട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഇതിലൊരു കാര്യമല്ലേ? അതായത് പിന്നെ ഇപ്പോൾ CA ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള കോഴ്സ് ചെയ്യുന്ന കുട്ടികൾ എന്തായാലും ഇൻറ്റേൺഷിപ്പ് ചെയ്യണം. അത് പല രീതികളിൽ ചെയ്യാം. അപ്പോൾ ഈ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്ന കുട്ടികൾക്ക് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്റ്റൈപ്പൻഡ് കിട്ടുന്നുണ്ട്. അവർ ഫൈനൽ പഠിക്കാനുള്ള കോഴ്സിൽ അപ്പുറമായിട്ട്, കോഴ്സ് ഫീൻ്റെ അപ്പുറമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക, നല്ല സ്റ്റൈപ്പൻഡ് കിട്ടുക. അപ്പോൾ അവർക്ക് ഫൈനൽ സത്യം പറഞ്ഞാൽ അവർ ഏൺ ചെയ്തിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യുക, ലേൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. ഈ ഒരു കോഴ്സുകൾക്ക് സാധാരണ എല്ലാവരുടെയും ഒരു ചോദ്യം, ഒരു വിമുഖത പല കാരണങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ക്യാമ്പസ് ഇല്ലായ്മ ഉണ്ടായിരുന്നു, അതുപോലെ പോപ്പുലാരിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ പോപ്പുലറായ ഒരു കാര്യമുണ്ട്, ഭയങ്കര ടഫാണ് എന്നുള്ള. ഇത് മാത്രം പോപ്പുലറാണ്. ആ ടോപ്പിക് കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് അങ്ങനെ? അതിൻ്റെ ഒരു കെടുപ്പ് വശം അത് അറിയാത്തതുകൊണ്ടാണോ, അതോ ഈ 10%, 9%, 4% എന്നൊക്കെ കേൾക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണോ? നമ്പറുകളുടെ കണക്കെന്താ? അത് ഒരു കാര്യം നമ്മൾ സമ്മതിച്ചേ പറ്റൂ. ഒരു ഇൻഹെറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ടഫ്നെസ് ഈ കോഴ്സിനുണ്ട്. നമ്മൾ സാധാരണ ഡിഗ്രി PG കോഴ്സുകളായിട്ട് അത്തരത്തിൽ കമ്പയർ ചെയ്യപ്പെടേണ്ട കോഴ്സ് അല്ലല്ലോ. അതുണ്ട് ശരിക്ക്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ നല്ല ടഫായിട്ടുള്ള കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകൾക്ക് നല്ല വാല്യൂ ഉണ്ട്. ഒരു ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഒരാൾ എന്ന് പറഞ്ഞാൽ ഇയാൾ നല്ല വലിയ പണികളൊക്കെ ചെയ്യാൻ ആൾ പ്രാപ്തനാണെന്ന് കൂടെ അതിനർത്ഥം ഉണ്ടല്ലോ. അതേപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഓരോ സമയവും CA ആണെങ്കിലും CMA ആണെന്നുണ്ടെങ്കിലൊക്കെ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്ന ഒരു എത്ര കാൻഡിഡേറ്റ്സിനെ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മളങ്ങനെ കേട്ടിട്ടുള്ളതാണ്. എത്രത്തോളം ശരിയാണെന്നറിയില്ല. അങ്ങനെ പാസ്സാക്കി വിടുന്ന ഒരു സ്ഥിതിഗതിയൊക്കെ നിലവിലുണ്ട് ഇല്ലേ അനസാറേ? അങ്ങനെ തന്നെ അല്ലേ? അതായത് അതിൻ്റെ ഒരു ടഫ്നെസ്സിലേക്കും കൂടെ വരുമ്പോൾ, അതായത് അത് പഠനത്തിൻ്റെ ഒരു ടഫ്നെസ് എത്രത്തോളം, അതിനെ എങ്ങനെ പറയാൻ പറ്റും? ടഫ്നെസ് എന്ന് പറയാനേ ഒന്നാമത്തെ റീസണ് അതിൻ്റെ ഈ പാസിങ്ങിൻ്റെ മാർക്കിൻ്റെ രീതി. ഒരു വിഷയത്തിൽ പാസ്സാവാൻ ആ ഒരു കാറ്റഗറി മനസ്സിലാക്കണം. അപ്പോൾ അതിലുള്ളൊരു വിഷയമാണ്. അത് ആൻസർ പറയും ഒരു വിഷയങ്ങൾ എങ്ങനെയാണെന്നുള്ള. ഇതിലേ പിന്നെ നമ്മൾ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആയാലും എന്തായാലും പാസ്സാവാനുള്ള ഒരു ട്രിക്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊക്കെ ക്ലാസ് കയറുമ്പോൾ എപ്പോഴും കുട്ടികളോട് ആദ്യം പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ, പഠിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ ആദ്യം അനലൈസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഏത് മേഖലയിലാണ് നമ്മൾ നല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ പഠിക്കണം എന്നൊക്കെ മനസ്സിലാവും. പിന്നെ ഇതിൻ്റെ ഒരു ടഫ്നെസ്സിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മളൊരു വിഷയം ജയിക്കണമെങ്കിൽ മിനിമം 40% മാർക്ക് വേണം. ഇപ്പോൾ CA CMA എടുക്കുകയാണെങ്കിൽ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ 50% വേണം. ഏതെങ്കിലും ഒരു വിഷയം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ വിഷയവും എഴുതണം. അതുകൊണ്ടാണ് ഇത് ടഫാണെന്ന് പറയുന്നത്. പക്ഷെ ടഫായിട്ട് കാര്യമില്ല. ആ ടഫായതുകൊണ്ട് മാത്രമാണ് ഈ കോഴ്സിന് ഇത്ര വാല്യൂ ഉള്ളത്. സ്വാഭാവികമായിട്ടും 14%, 15% പാസ് പെർസെൻറ്റേജ് വരുന്നുള്ളൂ. പക്ഷേ ഈ 14%, 15% പാസ് പെർസെൻറ്റേജ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഭയങ്കര നമ്പറുണ്ട്. അതിൽ പലരും പ്രിപ്പയർ ആവാതെയാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. വർക്ക് ചെയ്തുകൊണ്ടൊക്കെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. പരീക്ഷയ്ക്ക് വേണ്ടി 4 5 ദിവസം 8 ദിവസം ലീവ് എടുക്കും.
ആ 8 ദിവസം മാത്രം ഒന്ന് ജസ്റ്റ് നോക്കും. അതുകൊണ്ടൊന്നും നമുക്ക് ഈ കോഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും പെർസെൻറ്റേജ് കുറയുന്നത്. നല്ല ഇതാണ് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള 13 ഇതൊക്കെ ആണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ICMS റിസൾട്ട് 90, ഫൗണ്ടേഷനിലെ റിസൾട്ട് എപ്പോഴും എക്സെപ്ഷൻ എന്താ വെച്ചാല് നമ്മള് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് വേണം എന്നുള്ളതാണ്. അതായത് നല്ല കോൺസെപ്റ്റൽ ക്ലാരിറ്റി കുട്ടികൾക്ക് വേണം. അപ്പോൾ ക്ലാസ്സിൽ ശരിക്കും നമ്മളെപ്പോഴും ഇത്ര മാർക്കിനുള്ള ഈ ഒരു അങ്ങനെയല്ല പഠിപ്പിക്കാൻ ശ്രമിക്കുക. ശരിക്കും ആ ഒരു വിഷയത്തിലുള്ള ഒരു കോൺസെപ്റ്റൽ ക്ലാരിറ്റി നല്ലോണമുള്ള കുട്ടികൾക്ക് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത്, അതേപോലെ നമ്മൾ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യുമ്പം ഒരു സഫീഷ്യൻറ്റ് നമ്പർ ഓഫ് സ്റ്റഡി ലീവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. ആ ഒരു സ്റ്റഡി ലീവ് കാലം കുട്ടികൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിട്ടാണ് ശരിക്ക് റിസൾട്ട് എന്ന് പറയുന്നത്. മോഡൽ എക്സാം നടത്തിയിട്ട് കുട്ടികളെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്. അതെ അതെ ഉണ്ട്. സ്റ്റഡി ലീവിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരും ഫൈനലിന് 70-80 ദിവസം ഒന്നും സ്റ്റഡി ലീവ് കൊടുക്കില്ല തോന്നുന്നത്. ICMS കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പിന് എനിക്ക് തോന്നുന്നു ഒരു 65 ദിവസമായിട്ട് സ്റ്റഡി ലീവ് കൊടുത്തു. അതിനനുസാറേ പിന്നെ കേരളത്തിലെ ഏറ്റവും നല്ല CMA ഫൈനൽ ബാച്ച് ICMS ഒരു കിംവദന്തി ഉണ്ട്. കിംവദന്തി ഒന്നുമില്ല, യാഥാർത്ഥ്യം തന്നെ മനസ്സിലാക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഈവൻ ഫൈനലിന് പോലും നമ്മളൊരു മെന്ററിംഗ് സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇല്ല, ഫൈനലിൽ മാത്രമായിട്ട് എത്ര റാങ്ക് ഉണ്ടാവും നമുക്ക്? 15ഓളം റാങ്കുകൾ, ഓൾ ഇന്ത്യ റാങ്കുകൾ അല്ലേ? റാങ്കുകൾ അത്യാവശ്യം ഉണ്ട്. എനിക്ക് തോന്നുന്നു 10-ലധികം എന്തായാലും ഉണ്ട്. ഇതിൽ വരുന്ന വേറൊരു ചോദ്യമാണ്, നിങ്ങൾ റാങ്ക് ഹോൾഡേഴ്സിനെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ കുറേ റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ റാങ്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകമായിട്ട് എന്താ ചെയ്യലെന്ന് ചോദിക്കലുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്കിനായിട്ട് നമ്മളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ സ്വാഭാവികമായിട്ടുള്ള ഒരു അക്കാഡമിക്സ് ഏറ്റവും നല്ല രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ കിട്ടിപ്പോരുന്നതാണ് റാങ്ക് എന്ന് പറയുന്നത്. അല്ലെ അങ്ങനെ തന്നെയല്ലേ? ഒരു ഡെലിബറേറ്റ് അറ്റംപ്റ്റ് റാങ്കിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ റാങ്ക് സാധ്യത ഉള്ള കുട്ടികളെ മാറ്റി നിർത്തി ഒരു പ്രത്യേക ക്ലാസ്സോ കോച്ചിങ്ങോ അങ്ങനെ നമ്മൾ ഇതുവരെ ഇല്ലല്ല. പക്ഷെ നമ്മൾ അതിലെ ഫൈനലിൽ എപ്പോഴും ബോത്ത് എഴുതാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അതെ അതെ അതെ. കാരണം ബോത്ത് പാസ്സായി കഴിഞ്ഞാൽ കുട്ടികൾ ക്യാമ്പസ് പ്ലേസ്മെന്റ്, അത് പ്ലേസ്മെന്റിനൊക്കെ നല്ലതായിട്ട് ഉപകാരം. അത് മാത്രമല്ല പാസ്സാവാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ഉണ്ടല്ലോ. ഒരു ഗ്രൂപ്പിൽ എക്സസ് മാർക്കിന് അടുത്ത ഗ്രൂപ്പിൽ കുറവാണെങ്കിൽ നമുക്കത് മാനേജ് ചെയ്ത് പാസ്സാവാൻ പറ്റും. അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട, അല്ലാതെ നമ്മൾ റാങ്കിനായിട്ടുള്ളൊരു പരിപാടി കൊടുക്കില്ല. കുട്ടികളോട് ക്ലാസ്സുകൾ റെഗുലറായിട്ട് മിസ്സാവാതെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, സ്റ്റഡി ലീവ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം മതി. അത് കുട്ടികൾ ചെയ്താൽ മതി, റാങ്ക് വന്നോളൂ. അതാണ് നമ്മൾ കുട്ടികളോട് പറയുന്നത്. ഓക്കെ. പിന്നെ വേറൊരു ഈ CA, CMA, SCCA, USCMA കോഴ്സുകൾക്ക് ഇറങ്ങുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിലെ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു വിഷയമായിട്ട് എനിക്ക് തോന്നിയത്, കേരളത്തിൽ നിന്ന് പറയാൻ കാരണം ഞാൻ നമ്മുടെ ആ ഒരു വെസ്റ്റ് ബംഗാൾ കുട്ടിയായിട്ട് ഇന്നലെ സംസാരിച്ചിരുന്നു. ആ കുട്ടിയോട് യൂഷ്വലി എല്ലാ കുട്ടികളും കേരളത്തിൽ നമ്മളെ കുട്ടികളൊക്കെ ചോദിക്കലുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ മാത്രമാണ് എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും പഠിക്കേണ്ടാത്ത സിലബസും സിസ്റ്റം, അത്ര ടഫസ്റ്റ് സിലബസ് ഒന്നും അല്ല നമ്മുടേത്. അതായത് ഒരു +1 +2 കുട്ടികൾക്ക് 2 വർഷം കൊണ്ട് 6 വിഷയമാണ് പഠിപ്പിക്കപ്പെടുന്നത്. 2 വർഷം കൊണ്ട് 6 വിഷയം. ഇത്രമാത്രം സമയം അതിന് എടുക്കേണ്ടതുണ്ടോ എന്നുള്ളത് നമ്മൾക്കൊന്ന് പുനർചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് തോന്നുന്നു. എന്നോട് ആ കുട്ടി പറഞ്ഞത് എന്തായാലും എല്ലാ ദിവസവും 2-3 മണിക്കൂർ പഠിക്കുന്നുണ്ട് എന്ന്. +1 +2 ഉള്ള കുട്ടിയാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ ഈ കുട്ടികളൊക്കെ നേരിടുന്ന പ്രശ്നം അങ്ങനെ ഒരു സ്വഭാവമോ ശൈലിയോ ഇല്ല എന്നുള്ള, ഭൂരിപക്ഷത്തിനും ഇല്ല എന്നുള്ളതാണ്. അത് ഈ CA, CMA കോഴ്സുകളിലേക്ക് വരുമ്പോൾ ഭയങ്കര പ്രതിസന്ധി ആയിട്ട് അവർക്ക് തോന്നാറുണ്ട്. കാരണം ഇല്ലാത്തൊരു ശീലം ബിൽഡ് ചെയ്യലും കൂടെയാണല്ലോ, അവരുടെ സ്മാർട്ട്നെസ്സിന് മാത്രം പോരാ. അപ്പം അതും ഇതിലൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നുണ്ട്. അതിനെ പരിഹരിക്കപ്പെടേണ്ടതില്ലേ? അത് ICMSന്റെ ഒരു പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് പറയേണ്ട കാര്യം അതാണ്. എന്താണെന്ന് വെച്ചാൽ പല പാരൻസ് തന്നെ നേരിട്ട് നമ്മളോട് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതായത് എൻ്റെ മോന് ICMSൽ വന്നതിൻ്റെ ശേഷം ഫുള്ള് പഠിത്തം തന്നെയാണ്. അതായത് ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ICMSൽ വന്നതിന് ശേഷം കുട്ടികൾ മാറുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ആ നിലക്കാണ് കുട്ടികളെ നമ്മളിവിടെ ട്രെയിൻ ചെയ്യുന്നത്. ക്ലാസ്സിൻ്റെ കാര്യത്തിൽ, എക്സാമുകളുടെ കാര്യത്തിൽ, ഡെയിലി നോട്ട് കാര്യങ്ങൾ. അപ്പോൾ അവരെന്നെ സന്തോഷത്തോടു കൂടിയും വിശ്വസിക്കാൻ പറ്റാത്ത പോലെ എൻ്റെ മോനെ അല്ലെങ്കിൽ എൻ്റെ മോള് രാത്രിയൊക്കെ നല്ല രീതിയിലിരുന്ന് പഠിക്കുകയാണ്, മോൻ ICMSൽ വന്നതിന് ശേഷം മാറി എന്നുള്ളത് അവരെന്നെ നമ്മളോട് നേരിട്ട് പറയുന്നത് കേൾക്കാം. അത് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അക്കാദമിക്സിൽ നമ്മൾ കൊടുക്കുന്ന കോൺസെൻട്രേഷൻ തന്നെയാണ്. അതൊരു കുട്ടി മോശമാവാൻ നമ്മൾ അയക്കാറില്ല. കാരണം ഈ ഓരോ സമയത്ത് ടെസ്റ്റ് പേപ്പർ എന്തൊക്കെ നമുക്ക് കറക്റ്റ് ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു നിലവാരം
മെൻറ്റേഴ്സ് വഴി അൻസാറുടെ അടുത്തുണ്ടാവും. സോ ആ കുട്ടി നമ്മൾ ഫോളോ അപ്പ് ചെയ്യും, അവനെ ട്രാക്കിലേക്ക് കൊണ്ടുവരും. ഇർഷാദ് സാറിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും ഇച്ചിരി ഡിബേറ്റബിൾ ആണ്. കാര്യം എന്താ വെച്ചാൽ ഈ CA-CMA ഒക്കെ പഠിക്കുന്ന പോലെ +1 +2 പഠിക്കുന്ന കുട്ടികളെ ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കേണ്ട കാര്യമല്ല. അത് നമ്മളൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെ ഒരു തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയാണ് ഏറ്റവും നല്ല യുവജനോത്സവങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ആർട്സ്, സ്പോർട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. കുട്ടികൾക്ക് മറ്റു പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിന് വേണ്ട ഈ സ്പെസിഫിക് ടൈപ്പ് ഓഫ് എന്താ പറയുക പ്രിപ്പറേഷൻസ് ആവശ്യമുള്ള പരീക്ഷകൾക്ക് ഒരുങ്ങുന്ന കുട്ടികൾ മാത്രം ഇങ്ങനെ പഠിച്ചാൽ പോരെ. അത് ഇവിടെ എത്തുമ്പോൾ ശരിക്കും ICMS എത്തുമ്പോൾ അത് സാധ്യമാവുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നല്. അല്ലാത്തവർ അവരെ ഒരു ടേസ്റ്റ്, അഭിരുചി നോക്കിയിട്ട് കോഴ്സുകളാണെങ്കിലോ അതല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ, അങ്ങനെ കുറച്ചും കൂടെ വിശാലമായിട്ടല്ലേ ആ കാര്യത്തിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ ആ ശീലം രൂപവൽക്കരിപ്പിച്ചത് ഇപ്പൊ നമ്മളൊരു 14 വർഷം വിദ്യാർത്ഥിയായ ഒരു വിദ്യാർത്ഥിയാണ് പുതിയ ശീലം പഠിപ്പിക്കുന്നത്. ഈ 14 വർഷം അവന് എല്ലാ ദിവസവും പണിയെടുക്കുക എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അവൻ്റെ ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂറിലും പണിയെടുക്കുന്ന ഒരു വസ്തുവില്ല. ജീവിതത്തിൽ ഒരു ദിവസം ഒരു അരമണിക്കൂറിലും ഇന്നതിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ഇല്ല. അങ്ങനെ ഒരു ആക്ടിവിറ്റി എങ്കിലും ബിൽഡ് ചെയ്യണ്ടേ നമ്മുടെ സിസ്റ്റം. അവിടെ ഒരു ശരിയാണ്. എന്താ വെച്ചാൽ ഇർഷാദ് സാറ് ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ട് 15 വർഷം എന്നൊക്കെ, അതൊരു എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ സാറിന് ദണ്ണുണ്ട്. ഞാൻ ഒരു പോയിന്റ് റൈസ് ചെയ്യണം. ഇത് വിവാദമാകുമെന്ന് എനിക്ക് അറിയൂല. എങ്ങനെ വന്നാലും കുഴപ്പമില്ല, ജനാധിപത്യ മര്യാദ നമ്മുടെ സിസ്റ്റം പാലിക്കുന്നുണ്ടല്ലോ. എന്നാലും എക്സെപ്ഷണൽ കേസ് ആയിട്ട് എടുത്തോളൂ, എന്നാലും കുഴപ്പമില്ല. ഞാനൊരു അക്കൗണ്ടിങ് +1 വിദ്യാർത്ഥിയോട് വെറുതെ ക്യൂരിയോസിറ്റിക്ക് ആദ്യമായിട്ട് +1 ക്ലാസ്സിലേക്ക് വന്ന അക്കൗണ്ടിങ് വിദ്യാർത്ഥിയോട് ചോദിച്ചു എന്താണ് അക്കൗണ്ടിങ് എന്നുള്ളത്. ആ കുട്ടി നമ്മൾ പാട്ടുപാടി പഠിച്ച ആ ഒരു ഡെഫിനിഷൻ ഉണ്ടല്ലേ, അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു പോയിന്റ് വരുന്നുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ സെയിം ടു ദ ഇൻട്രസ്റ്റഡ് പീപ്പിൾ. ഇങ്ങനെയാണ് എൻഡിങ് കൊടുക്കുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, 15 മുമ്പ് നമ്മളൊക്കെ പഠിച്ചതാ. കിട്ടില്ല. അല്ല, ഞാൻ ചോദിച്ചത് എൻ്റെ ഒരു ക്യൂരിയോസിറ്റി 2024 ഞാൻ ചോദിച്ചത് ആ +1 വിദ്യാർത്ഥിയോട് ചോദിച്ചു, ഈ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ആരാന്ന് ചോദിച്ചു. അതിന്റെ മറുപടി എന്താണെന്നറിയോ? അതായത് ബിസിനസ് ഒന്നും ഇഷ്ടമില്ലാത്ത, അതായത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, ഓരോടൊന്നും ഇത് പറയേണ്ടത്. അപ്പൊ എനിക്ക് വ്യക്തമായില്ല അതെന്താ ഇൻട്രസ്റ്റഡ് പീപ്പിൾ ആരാന്ന് ചോദിച്ചപ്പോ എന്നോട് കുട്ടി എക്സ്പ്ലെയിൻ ചെയ്തു, വീട്ടിലെ വല്യമ്മമാർ, ഇവർക്കൊന്നും ബിസിനസ്സിന് ഇഷ്ടമല്ല, ഇവരോടൊന്നും ഇതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് ആരാ പറഞ്ഞത്? ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞതാണ്. ഞാൻ അതിനെ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ അപകടകരമായ വിധത്തിൽ അത്തരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള ഇത് ജനറലൈസ് ചെയ്യല്ല. അങ്ങനെയുള്ള കുട്ടികളിലാണ് നമ്മൾ എടുത്തിട്ട് CA-CMA പഠിപ്പിക്കേണ്ടി വരുന്നത്. പറഞ്ഞത് ഒരു കളവാവട്ടെ ആവട്ടെ എന്നുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ നന്മക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരുമിച്ച്. പക്ഷെ സൽമാൻ സാറേ, സാർ പറഞ്ഞതിലും ചെറിയൊരു യാഥാർത്ഥ്യമുണ്ട്. കാരണം ഈ +2 കഴിഞ്ഞ് അക്കൗണ്ടൻസിക്ക് പോലും A+ ഇട്ട കുട്ടികൾ പലപ്പോഴും ശരിയാണ് വളരെ മോശം പെർഫോമൻസ് കാണാറുണ്ട് നമ്മൾ. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നത് ഞങ്ങളൊക്കെ എന്തായിരുന്നു സെലക്റ്റീവ് അല്ല, വേറെ എന്തൊരു ടേംസ് ഉപയോഗിച്ചു, ഫോക്കസ്. യെസ്, ആ രീതിയിൽ പഠിച്ചു വന്ന ആളുകളാണ്, അതാണെന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും പൂർണ്ണമായിട്ടൊന്നും നമുക്കത് പിന്നെ ഇല്ലാതാക്കാനൊന്നും പറ്റില്ല. എന്നാലും നമ്മളെ ഭാഗത്തു നിന്ന് ചെറിയ ശ്രമം എന്ന രീതിയിൽ നമ്മളൊരു പബ്ലിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് തന്നെ നല്ല കാലിബറുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ഒരു CA-CMAക്ക് താല്പര്യപ്പെടുന്ന കുട്ടികളെ +1 മുതൽ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വർഷം മുതൽ കൊമേഴ്സ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ 50 കുട്ടികൾക്ക് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. ആ കുട്ടികൾ +1 മുതൽ തന്നെ ഈ പറഞ്ഞുള്ള യുവജനോത്സവവും സ്പോർട്സും കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ ഈ പ്രൊഫഷണൽ കോഴ്സിലേക്ക് ഒരു എൻട്രി എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാൻ ചെയ്യുന്നത്. ഭയങ്കര ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. നമ്മളൊക്കെ ഇതിൻ്റെ ഒരു പുറകിൽ നടക്കുമ്പോൾ ആഗ്രഹിക്കുന്ന സാധനം. അപ്പം ഞാൻ ഈ പറഞ്ഞ ഗ്യാപ്പ് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുക? എന്നാൽ നമുക്കൊരു 50 കുട്ടികളെ സെലക്ട് ചെയ്യാം. 50 കുട്ടികൾക്ക് വളരെ സ്റ്റാർട്ടിങ് ഓൺവേർഡ്സ് അക്കൗണ്ടൻസി എന്താണ്, ബിസിനസ് സ്റ്റഡീസ് എന്താണ്, എക്കണോമിക്സ് എന്താണ്, ഇതിൻ്റെ ഫുൾ പക്കയായിട്ട് നമുക്ക് +1 +2 കൊടുക്കുക. അങ്ങനെയുള്ള ഒരു 50 കുട്ടികളെ എടുത്തിട്ട് അവരെ CA-CMAയിലേക്ക് വരുമ്പോൾ അവിടെയാണ് ഈ 19 വയസ്സിൽ 20 വയസ്സിൽ 21 വയസ്സിലൊക്കെ വേറെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ നമ്മളൊക്കെ പഠിച്ച സമയത്ത് CA-CMA അറിയില്ല.
+1 +2 കഴിഞ്ഞിട്ടല്ല, ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് പോലും വലിയ ധാരണയില്ല. ഇപ്പോൾ നമ്മളിങ്ങനെ തുടങ്ങുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ പേരൻസ്, ഇത് കാലങ്ങളായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പേരൻസ്, അതായത് SLC കഴിഞ്ഞ കുട്ടികൾ എനിക്ക് കാൾ വന്നിട്ടുണ്ട്. എൻ്റെ ഒരു റിലേറ്റീവ്സ്, എസ്പെഷ്യലി ഗൾഫ് കൺട്രീസ് ഗൾഫിൽ നിന്നുള്ള പേരൻസ്, ഒരു ഗൾഫിൽ നിന്നുള്ള പേരൻ്റ് എന്നെ വിളിച്ചിട്ട് ചോദിച്ച്, മുഷരീഫ് അല്ലേ, എൻ്റെ മോന് കൊല്ലം SLC കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച് SLC കഴിഞ്ഞ ആളെന്നെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ, നമ്മളെ ഫീൽഡ് +2 ശേഷമാണ്. അപ്പോൾ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഓനക്ക് CMA പോലുള്ള കോഴ്സ് താല്പര്യമുണ്ട്, അപ്പോൾ ഇപ്പം തന്നെ ആ നിലക്ക് കോച്ചിങ് ഉള്ള സ്ഥാപനങ്ങളുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തുടങ്ങാൻ പോവാണ്, നമ്മളൊരു എക്സാം ടെസ്റ്റും ഇതൊക്കെ ഉണ്ട്, അത് കുട്ടീനോടൊന്ന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ. സാർ ഇതിൽ പിന്നെ ഓൾറെഡി സയൻസിൽ ഇങ്ങനെ ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് സിസ്റ്റം ഒരുപാട് കാലങ്ങളായിട്ടുണ്ട്. എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ വലിയ വലിയ സ്ഥാപനം NIT ഇങ്ങനെയൊക്കെ എയിം ചെയ്യുന്ന കുട്ടികളെ 6ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ അവിടുന്ന് ഇത് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ കൊമേഴ്സിൽ അങ്ങനെ ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പം തുടങ്ങുന്നുള്ളൂന്നുണ്ടെങ്കിലും നമ്മളെ ക്യാമ്പസ് ഇനാഗുറേഷന്റെ വേദി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിക് സ്കൂൾ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത്ര കാലം കൊണ്ട് എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ള ഒരു ചോദ്യം വേണേ ചോദിക്കാം. 3 വർഷം മുമ്പ് 3 വർഷം കോട്ടക്കല് പുതിയ ക്യാമ്പസ് ഇനാഗുറേറ്റ് പറഞ്ഞിട്ടുണ്ട്. 2022 സെപ്റ്റംബറിലായിരുന്നു. അപ്പൊ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്രത്തോളം ഫീസിബിൾ ആണ് എന്നുള്ളതും അതേപോലെ തന്നെ എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഇതിന് വേണം, നമ്മൾ നല്ല സമയം എടുത്തിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ശരിക്കും ഈ ഒരു പ്ലാനിലേക്ക് നമ്മൾ എൻ്റർ ആയിട്ടുള്ളത്. കാരണം നമ്മൾ നടത്തുന്ന ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും 50 സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവരത് അഫക്റ്റ് ചെയ്യുമല്ലോ. അഫക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ +2 സ്കൂൾ എന്തായാലും കഴിഞ്ഞു പോകും, അതല്ല. പക്ഷെ ഈ ഒരു ഡ്രീം വെച്ച് വരുന്ന കുട്ടികൾ ആ ഒരു പ്ലാന് തെറ്റും. അപ്പൊ അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്നുള്ള അത്രയും പ്രിക്കോഷൻ എടുത്തിട്ട് ആ രീതിയിലാണ് നമ്മൾ ശരിക്കും ഇതിപ്പം ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. വെയിറ്റ് ചെയ്ത് പഠിച്ച് അതിനുള്ള എല്ലാവിധ തയ്യാറെടുപ്പോടും കൂടി ഈ വർഷം സ്റ്റാർട്ട്. എന്തായിരുന്നാലും അത് കേരളത്തില് വലിയൊരു ചേഞ്ച്, ട്രെൻഡ് സെറ്റർ ആവും. ICMSന് ട്രെൻഡ് സെറ്റർ ആവാൻ പറ്റും തോന്നുന്നുണ്ട്. കാരണം പല സ്ഥാപനങ്ങളും +1 +2 കുട്ടികളെ കിട്ടാത്തത് കൊണ്ട് തന്നെ പരസ്യത്തിന് വേണ്ടി ഈ വാണിജ്യവൽക്കരണത്തിന്റെ ഭാഗമായി CSEMA അടിച്ചു വെക്കുന്നവരുണ്ട്. CSEMA എന്താന്ന് പോലും അറിയാത്ത രൂപത്തിലാണ് അത്തരത്തിൽ. ഞാൻ ഒരിക്കൽ ഒരു പത്രത്തിൽ വന്നൊരു ലേഖകൻ പ്രധാനപ്പെട്ട കേരളത്തിന്റെ മാധ്യമത്തിൽ CMA കോഴ്സുമായി ബന്ധപ്പെട്ടെടുത്ത് പ്രധാനപ്പെട്ട ഡൗട്ട്, ഈ കക്ഷിക്ക് CMA ഏതാണ് USCMA ഏതാണ് ഇത് രണ്ടും അറിയൂല, എന്നിട്ട് പരത്തി മിക്സ് ചെയ്ത് പ്രധാനപ്പെട്ട ഒരാളാണ്. ഈ ഒരു പ്രശ്നം നിൽക്കുന്ന സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ രംഗത്ത് +1 +2 CSEMA എന്ന് പരസ്യത്തിൽ മാത്രം എഴുതി വെക്കുന്നത്. അപ്പോൾ അതൊരു ട്രെൻഡ് സെറ്റർ ആണ് നമ്മളിത് കൊണ്ടുവരാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, ICMSൽ നേരത്തെ തന്നെ 10 കഴിഞ്ഞ കുട്ടികൾ എൻക്വയറി വരുന്നുണ്ട്. 2 വർഷം മുമ്പ് തന്നെ വന്നിട്ടുണ്ട്. 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ എൻ്റെ കുട്ടിയെ CSEMA ആക്കണം, നിങ്ങൾ പഠിപ്പിക്കുമോ എന്നുള്ളത്. ഒരുപാട് പാരൻസ് കൺസേൺഡ് ആണ്. അതായത് കൊമേഴ്സിന്റെ മേഖലയെ കുറിച്ച് മനസ്സിലാക്കിയ പല പാരൻസും CSEMAക്ക് +1 +2 തൊട്ട് ഉള്ള പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു കോൺസെൻട്രേഷനിൽ ക്ലാസ് കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ടോ, റെസിഡൻഷ്യൽ സ്ഥാപനങ്ങളുണ്ടോ? നമ്മൾ റെസിഡൻഷ്യൽ തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അത്തരം പാരൻസിന് അവരൊരു അന്വേഷണമാണ് ഇവിടെ അവസാനിക്കുന്നത്. ഒരർത്ഥത്തിൽ നമ്മൾ ഫോഴ്സ്ഡ് ആണ് ശരിക്കും ഇത് ചെയ്യുക. അതെ അതെ. മാത്രമല്ലല്ലോ സൽമാൻ സാർ, നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഹോസ്റ്റൽ, ബോയ്സിനും ഗേൾസിനൊക്കെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ നമ്മളെ മെൻ്ററിങ് സപ്പോർട്ടൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഹോസ്റ്റലും കാര്യങ്ങളും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ട്രിവാൻഡ്രം കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള കുട്ടികൾ നമ്മളവിടെ CAക്കും CMAക്കൊക്കെ പഠിക്കുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ പബ്ലിക് സ്കൂളിൻ്റെ കുട്ടികളും കൂടി എന്ത് ചെയ്യും, നല്ല രീതിയിൽ തന്നെ മെൻ്ററിങ് സപ്പോർട്ട് കൊടുത്തിട്ട് നമ്മൾ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. അത് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഈ പബ്ലിക് സ്കൂളിൽ നിന്ന് ചെറുതായിട്ടൊന്നും ഡീവിയേറ്റ് ചെയ്യുന്നുണ്ട്, ക്ഷമിക്കണം. നമ്മൾ പറയാൻ വിട്ടുപോയ ICMSലെ പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ, CSEMAക്ക് വരുന്ന കുട്ടികൾക്ക് ഇതങ്ങനെ ടഫായിട്ട് ഡിഗ്രി മിസ്സാവും എന്നുള്ള പ്രശ്നമുണ്ട്. ICMS ഉള്ള കുട്ടികൾക്ക് ആ ഒരു പേടിയല്ല അല്ലേ? അതെ കാര്യം സൽമാൻ സാറേ ആണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എല്ലാവരും ഉപദേശിക്കുന്നത് ഇപ്പോഴും കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയിട്ട് ഈ പ്രൊഫഷണൽ കോഴ്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് പലപ്പോഴും എല്ലാവരും ഉപദേശങ്ങൾ കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുട്ടി എവിടെയും പോയി കൊടുങ്ങണ്ട, ഒരു ബോണഫൈഡ് ഇന്റൻഷൻ തന്നെയാണ്. കാരണം അവർക്ക് അറിയുന്നത് അവർ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 4 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞ് ഇതുപോലൊരു പ്രൊഫഷണൽ കോഴ്സ് പിന്നെ ഒരു 3 കൊല്ലം കൂടെ ചെയ്യാൻ എത്ര കുട്ടികൾക്ക് പറ്റും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്.
അപ്പോൾ ഈ ഡിഗ്രീൻ്റെ നല്ല വാല്യൂ ഉള്ള ഒരു എന്താ പറയുക, ഡിഗ്രീൻ്റെ കൂടെ തന്നെ ഈ CA പോലുള്ള കോഴ്സുകളാണ് ശരിക്കും നമ്മൾ ICMS പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ CA കോഴ്സുകളുടെ സിലബസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വൈഡാണ്. അപ്പോൾ അങ്ങനെ അത് അറ്റൻഡ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് പിന്നെ ഡിഗ്രി എക്സാം എഴുതാന്ന് പറയുന്ന അത്ര ശ്രമകരമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റ പഠിത്തം മതി. മോഹൻലാല് പറഞ്ഞ പോലെ പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി ഡിഗ്രി പേപ്പേഴ്സ് കൈകാര്യം ചെയ്യാൻ പറ്റും, ഈസിലി കൈകാര്യം ചെയ്യാം. അപ്പൊ അതിന് നമ്മള് സ്റ്റെപ്പ് ഉണ്ട് അല്ലേ? അത് മാത്രമല്ല, അതിൽ നമ്മളെല്ലാവരും ഓഫർ ചെയ്യുന്ന പോലെ CA+BCom അല്ലെങ്കിൽ CMA+BCom SSCA+BCom എന്ന് ഓഫർ ചെയ്യല്ല. അതിൽ A to Z കാര്യങ്ങൾ, കുട്ടികളുടെ രജിസ്ട്രേഷൻ മുതൽ അതിൻ്റെ എക്സാം അപ്ലിക്കേഷന്, ഈവൺ ക്ലാസ്സുകൾ, അതിൻ്റെ അസൈൻമെൻറ്റ്സ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈവൺ ആ കുട്ടി ICMS പഠിച്ചിറങ്ങി പോയി കഴിഞ്ഞാലും അതിൻ്റെ എല്ലാ കാര്യങ്ങളും തേർഡ് ഇയർ ബാക്കി ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ ICMS പഠിക്കുന്ന കുട്ടി ഡിഗ്രി ഈസി ആയിട്ട് അവൻ്റെ കയ്യിൽ ഡിഗ്രി കൺഫേം ആയിട്ടുണ്ടാവും. അൻസർ പറഞ്ഞൊരു പോയിന്റ്, അതായത് കുട്ടികൾക്ക് വേണ്ട കംപ്ലീറ്റ് സപ്പോർട്ട്. ഇപ്പം ഞാൻ തന്നെ ചിലപ്പോൾ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഈ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഒരു അക്ഷയക്കും പോകണ്ട, ഒരു ഓൺലൈൻ സെന്റർക്കും പോകണ്ട, ഒരു ബാങ്കുക്കും പോകണ്ട, ഒരു ട്രഷറിക്കും പോകണ്ട, ICMSന്റെ ഓഫീസിൽ മാത്രം വന്നാൽ മതി. 2 or 3 എത്ര കൊല്ലമാണോ ഇവിടെ ഉള്ളത് ആ കൊല്ലം അത്രയെന്ന് പറയലുണ്ട്. എനിക്ക് വേറൊരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിനകത്തുണ്ട്. പുറത്തെ പല സ്ഥാപനങ്ങളുടെയും ഇത്തരം എറേഴ്സ് തെറ്റിദ്ധരിപ്പിക്കുന്നത് അനസാറാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളിലും വരുന്ന ഈ രജിസ്ട്രേഷൻ എറേഴ്സ് അടക്കം, രജിസ്ട്രേഷൻ സപ്പോർട്ട് അടക്കം നമ്മളെ ക്യാമ്പസിൽ വന്നിട്ട് ആ സ്ഥാപന മേധാവികൾ വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഒരു കാര്യം ഓർമ്മ. ഇപ്പോൾ ലാസ്റ്റ് ടേമിലെ 24 ഡിസംബറിൽ നമ്മൾ CMAയിലെ ഈ പരീക്ഷയ്ക്ക് MCQ ക്വസ്റ്റ്യൻ ഫസ്റ്റത്തെ 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ബബിൾ ചെയ്യുന്ന രീതിയിലേക്ക് പോയി. ഇൻ്റർവ്യൂ ഫൈനൽ നമ്മൾ PSC പരീക്ഷകളപ്പോൾ യെസ്. അപ്പോൾ വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുന്ന കുട്ടികളെ ഇങ്ങനെയാണ് എക്സാമിൽ വന്നിട്ടുള്ളത് എന്നുള്ള എക്സാം കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത്. ആ കുട്ടികൾ എന്നിട്ട് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ് അതിന് ആൻസർ എഴുതിയത്. നമ്മളെപ്പോഴും എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളെ പഠിച്ച് പോയി പിന്നെ ഇവിടുന്ന് ഔട്ടായി പോയ കുട്ടികളാണെങ്കിലും അവരേറ്റൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അപ് ടു ഡേറ്റുള്ള കാര്യങ്ങൾ ഇൻഫോം ചെയ്യാനുള്ള ഒരു സിസ്റ്റം നമുക്കുണ്ട്. അത് ഡിഗ്രി ആയിക്കോട്ടെ, CMA ആയിക്കോട്ടെ, CA ആയിക്കോട്ടെ, ഇനി SSC ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, കറക്റ്റായിട്ട് കുട്ടികൾക്ക് എക്സാക്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു വിജയം തന്നെയായിട്ടാണ് കണക്കാക്കുന്നത്. അൻസാറേ, നമ്മളെ ഈ കുട്ടികളുടെ സപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മൾ ഈ കഴിഞ്ഞു പോയ കുട്ടികൾ, പഠിച്ചിറങ്ങിയ കുട്ടികൾ, ഇവരുടെ നിന്നുള്ള ഇൻപുട്ടുകൾ ICMSനെ വല്ലാതെ വളർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വലിയ അലുമിനി നെറ്റ്വർക്ക് ഉള്ള ഒരു സ്ഥാപനം കൂടെയാണല്ലോ ICMS. എന്താണ് അത് ഭയങ്കര ഒരു പവർഫുൾ ഫോഴ്സ് തന്നെയല്ലേ ഇപ്പോൾ? വലിയതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു ഒരു CA മേഖലയിൽ അലുമിനി കമ്മിറ്റികളുള്ള ഏക സ്ഥാപനം ICMS ആയിരിക്കും വിചാരിക്കുന്നു അല്ലേ? എൻ്റെ അറിവിലില്ല. ഓക്കെ. ഇപ്പോൾ നമുക്കിപ്പോൾ നിലവിലെ UAE ബേസ് ചെയ്തിട്ട് അലുമിനി കമ്മിറ്റി ഉണ്ട്, സൗദി ബേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെന്നൈ ബേസ് ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഗ്ലോബൽ അലുമിനി കമ്മിറ്റി ഉണ്ട്. നമ്മൾ ഇത്തരത്തിൽ ഈ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും പാസ്സായിട്ടുള്ള കുട്ടികൾ പല കാര്യങ്ങൾക്കും നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവരെ ഒരു ആക്ച്വൽ റിയൽ എംപ്ലോയ്മെൻറ്റിലേക്ക് ഇറങ്ങിയ സമയത്ത് അവർ എക്സ്പീരിയൻസ് ചെയ്ത പല കാര്യങ്ങളും നമ്മളെ കുട്ടികൾ കൊടുക്കണമെന്ന് അവർ സജസ്റ്റ് ചെയ്യും. അതുപോലെ പലപ്പോഴും അവർ കമ്പനിയിൽ ഇത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്ന നമ്മളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ളൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് അതിന് ഫലമായിട്ട് നമ്മളിനി വളർന്നു വരുന്ന നമ്മൾ ICMSലൂടെ വളരുന്ന കുട്ടികൾക്കൊക്കെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, നമുക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നമ്മളെ UAEയിലെ മോർ ദാൻ 100 സ്റ്റുഡൻസ് നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ഏതൊരു സ്റ്റുഡൻറ്റും ICMS പഠിച്ച ഏതൊരു സ്റ്റുഡൻറ്റും UAEക്ക് പോവുകയാണെങ്കിൽ, ഒരു ജോലി ആവശ്യാർത്ഥം പോവുകയാണെങ്കിൽ അവൻ്റെ അക്കോമഡേഷന്, ഫുഡ്, ഈ വക കാര്യങ്ങളിലൊന്നും നമ്മളെ കുട്ടികളാരും ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ, കാരണം അത്ര നല്ലൊരു സപ്പോർട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം UAEയിൽ പോയിരുന്നു, നമ്മൾ കുട്ടികളെല്ലാവരും കണ്ടു, നല്ലൊരു കമ്മിറ്റി ബിൽഡപ്പ് ചെയ്തു, നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇപ്പോൾ ആ കമ്മിറ്റി മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അലുമിനി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര പ്ലസ്സാണ്. പല കാര്യങ്ങളും അവർ നമ്മളെ സ്ഥാപനത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. ഇതിൽ ഒരു കാര്യം കൂടെ, നമ്മൾ ഈ നെറ്റ്വർക്ക് ജോബ് പ്ലേസ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കും കൂടെ ആയി മാറുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ICMSന് സ്ട്രെങ്ത് നല്ലോണം ഉള്ളതുകൊണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഈ കുട്ടികളുടെ പ്രധാന ഏരിയയാണ് നമ്മളെ ഈ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. ഇന്റർമീഡിയറ്റ് കഴിഞ്ഞിട്ടുള്ള ഇതിനകത്തും തന്നെ ICMSന്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും എന്നോണം
ഒരു ട്രെയിനിങ് പോസ്റ്റുകളൊക്കെ ആവശ്യമുണ്ടായിരുന്നിട്ട് അതായത് പാരൻസ് അഡ്മിഷൻ സമയത്ത് ചോദിക്കും ഈ ട്രെയിനിങ്ങിനൊക്കെ നിങ്ങൾ തന്നെ ആക്കി കൊടുക്കില്ല ചോദിച്ചപ്പോൾ നമുക്ക് ആളെ കിട്ടാത്ത പ്രശ്നം. കാരണം നമുക്ക് നെറ്റ്വർക്ക് ഇത്രയും ബിസി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും കുട്ടികളുണ്ട് എന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാനും പോസ്റ്റ് ഒഴിവാണ്. അതൊരു ബുദ്ധിമുട്ടായിട്ട് ഇത്രയും കാലം വന്നിട്ടില്ല. അതിന് നമുക്ക് ഒരു കരിയർ പ്ലേസ്മെൻറ്റ് സെല്ല് എന്ന് പറഞ്ഞ സെല്ല് തന്നെ ഉണ്ട്. ഇപ്പോൾ 2 ദിവസം മുന്നേ അല്ലേ സൽമാൻ സാറേ നമ്മളിങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു എൻക്വയറി ഒരു പോസ്റ്റർ ഇട്ടപ്പോൾ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് കുറച്ച് കുട്ടികൾ നിങ്ങൾക്ക് തരട്ടെ, നിങ്ങൾ പൈസ ചെയ്യുമെന്ന് ട്രെയിനിങ് കൊടുക്കാൻ ട്രെയിനിങ് കൊടുക്കും. പോസിറ്റീവായിട്ട് എടുത്താൽ മതി. കുട്ടികളെ ഒരു നല്ലത് അലോട്ട് ചെയ്ത് കൊടുത്തല്ലോ. കൊടുത്തു ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഈ അലുമിനി നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം, ഈ പറഞ്ഞ പോലെ ഇനി പഠിക്കാനുള്ള അതല്ലെങ്കിൽ ഈ ഭാവിയിൽ വരാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവും എന്ന് പറയുന്ന പോലെ തന്നെ ഓൾറെഡി പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ അപ്ഡേറ്റഡ് ആവാനും ഇത് സഹായിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ടെക്സ്റ്റ് ബുക്കൊക്കെ മടക്കി വെച്ച് ഇവർ വർക്ക് ചെയ്യാൻ പോവാണല്ലോ. അപ്പോൾ അവർക്ക് അവിടെ കിട്ടുന്ന ഒരു എക്സ്പോഷർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഒന്ന് തിരിഞ്ഞു നോക്കാനും കൂടി ഇല്ലേ, ഒന്ന് തിരിഞ്ഞു നോക്കി ഇവിടെ എന്താണ് നടക്കുന്നത് എന്നറിയുന്ന, അതല്ലെങ്കിൽ പുതിയതായിട്ട് ഇൻഡസ്ട്രിയിലൊക്കെ വന്നിട്ടുള്ള ട്രെൻഡുകൾ, ഇനി പുതിയ തരത്തിലുള്ള എന്തെങ്കിലും സ്കില്ല് കാര്യങ്ങൾ അക്വയർ ചെയ്യേണ്ടതുണ്ടോ, ഇത്തരത്തിലൊക്കെ ഉള്ള എനിക്ക് തോന്നുന്ന ഓരോ ബാച്ചുകൾ വരുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് മുമ്പുള്ള ബാച്ചിനേക്കാളും കൂടുതൽ നല്ല കുട്ടികളാണ്. അതല്ലെങ്കിൽ കൂടുതൽ, കാരണം ഈ ടെക്നോളജിയൊക്കെ ഇവരെ കൂടെ വളർന്നതാണല്ലോ, ഇപ്പോൾ പുതിയ വരുന്ന വിദ്യാർത്ഥികളെ കൂടെ വളർന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനും അങ്ങനെ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കാനും ഓൾറെഡി അലുമിനി ആയിട്ടുള്ള പല കമ്പനികളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ ICMSലെ സ്റ്റുഡൻസിന് പറ്റുമെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ 10ാം വർഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ തന്നെ കുട്ടികളൊക്കെ അലുമിനി വെച്ച് മീറ്റിങ് ഒരുപാട് കുട്ടികൾ വന്ന് അവരെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതും ജൂനിയേഴ്സിന് ICMS എന്താന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കലും അന്ന് പറഞ്ഞതാണ്. ICMSന്ന് മറ്റേ ഇൻ്റർവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ ആവശ്യകതയും അതൊക്കെ കുട്ടികളെ ഈ അലുമിനി തന്നെ അവരെ ജൂനിയേഴ്സ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ ബോധിപ്പിക്കുന്നുണ്ടായിരുന്നു ICMS കൊടുക്കുന്നത്. അത് നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ഷെരീഫ് സാറേ. ഇപ്പോൾ നമ്മുടെ ഫൈനൽ സ്റ്റുഡൻസിന് നമ്മൾ മോക്ക് ഇൻ്റർവ്യൂ മറ്റുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മളെ ഇൻ്റർമീഡിയറ്റ് സ്റ്റുഡൻസിന് പോലും ഈ ഫയലിംഗ് അങ്ങനത്തെ ട്രെയിനിങ് സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പം ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ശരിക്കും CA-CMA ഈ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് പഠിക്കുന്നില്ല. ശരിക്കും ഇവർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം ഏതെങ്കിലും നല്ല കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പോലും ഈ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നുന്നത് പൊതുവേ കൊമേഴ്സുകാർക്കുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ബാച്ചുകളിലും ഇവരെ സിലബസിൻ്റെ അതല്ലെങ്കിൽ എക്സാമിൻ്റെ ഭാഗം അല്ലെങ്കിൽ പോലും റിട്ടേൺ ആയിട്ട് അതല്ലെങ്കിൽ അതേപോലെ സ്പോക്കൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് ലെസൺസ് കൂടെ നമ്മൾ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ചെറുതായിട്ട് ഈ CMAൻ്റെ ഒക്കെ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊരു സിലബസ് ആയിട്ടേ ഉള്ളൂ, അതല്ലാതെ 20 മാർക്കിൻ്റെ പോർഷൻ ആണല്ലോ. അതല്ലാതെ കാര്യമായ ഇടപെടലുകൾ നടത്താൻ പറ്റുന്ന കുട്ടികളെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള അത്തരം പ്ലാനുകളും കൂടെ ഓൾറെഡി നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലാണുള്ളത്. ഇനി വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ ഒരു ബെനിഫിറ്റും കൂടെ ICMSൽ കിട്ടും എന്നുള്ളതാണ്. അല്ല സാർ, ഇനി വരാനുള്ളത് പറയുമ്പോഴേ എനിക്കിപ്പോൾ തോന്നിയത് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ കോഴ്സുകളോട് നീതി പുലർത്തുന്നത് നമ്മുടെ സംവിധാനമാണെന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം. ഇപ്പോൾ IUTP ട്രെയിനിങ് പ്രോഗ്രാമുകൾ ശരിക്കും ഇപ്പോൾ സമ്മർ വെക്കേഷനുകളാണ്. ഈ വെക്കേഷനിൽ ക്യാമ്പുകളുടെ ഒരു ഓളാണ്. 5 ദിവസത്തെ ക്യാമ്പ്, 7 ദിവസത്തെ ക്യാമ്പ്, ഒരു മാസത്തെ ക്യാമ്പ്, ഒരു 25,000 50,000 ഒക്കെ എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് ഫൈനൽ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഫൈനൽ മാത്രമല്ല, CMA ചെയ്യുന്ന ഏത് വിദ്യാർത്ഥിക്കും ഒരു സർട്ടിഫിക്കറ്റ് ഒരു രൂപത്തിലും നമ്മൾ എഴുതി കൊടുക്കുന്നില്ല. കമ്പൽസറി ആയിട്ട് IOTP 10 days നമ്മൾ പോവുകയാണ്. അതിൻ്റെ ഒക്കെ ഒരു മൂല്യം ഈ കുട്ടികളുടെ പ്ലേസ്മെൻറ്റിൽ കാണുന്നുണ്ട് എന്നുള്ളത് സംശയിക്കേണ്ടതുണ്ട്. അത് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. IOTP ട്രെയിനിങ്സ് അല്ലേ? ഇപ്പോൾ ഷസർ പറഞ്ഞ IOTP എന്ന് പറയുന്നത് അതായത് ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേ ഒരു CMA ഫൈനലിസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് നിർബന്ധമായിട്ട് പരീക്ഷയ്ക്ക് മുന്നേ തീർക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും പല സ്ഥലങ്ങളും നമ്മൾ കാണുന്ന നേരെ വണ്ണം കൊടുക്കാതെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്ന രീതിക്കാണ്. പക്ഷെ നമ്മൾ ICMS വൃത്തിയായിട്ട് തന്നെ ഈവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതോറിറ്റി വരെ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ ചെയ്യുന്ന അത്ര വൃത്തിയായിട്ട് ഇതാരും ചെയ്യാറില്ല. പലരും നമ്മളാണ് ഒരു ബെഞ്ച് മാത്രമല്ല ഇത്, അതായത് നടത്തേണ്ട കടമേ നമുക്കുള്ളൂ. പക്ഷെ നടത്തി 10 ദിവസം കംപ്ലീറ്റ് അറ്റൻഡ് ചെയ്യണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കും.
അതെ, അവിടെ സാറ്റിസ്ഫൈഡ് ആണ് അതിന് സ്റ്റുഡൻസിന് ഞാൻ വിചാരിക്കുന്നത് കിട്ടുന്ന ഒരു യുണീക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓൾറെഡി ഈ നല്ല ബിസിനസ്സുകാരൊക്കെ വന്നിട്ട് ഇവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ടല്ലോ, അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു സാധ്യതയാണ് ശരിക്കും കുട്ടികൾക്ക് കൊടുക്കുന്നത്. നമ്മൾ IOTP ഡിസൈൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ്. ആദ്യം ഒരു ഇനാഗുറേഷൻ സെഷനിൽ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റ് സംസാരിക്കുന്നു, പിന്നെ അതിൻ്റെ ശേഷം സബ്ജക്റ്റ് എക്സ്പേർട്ട് സംസാരിക്കുന്നു. പ്രോഗ്രാം ആണെങ്കിലോ മാനേജ് ചെയ്യുന്നത് സ്റ്റുഡൻസും ആയിരിക്കും. അതെ അതെ അതായത് വെൽക്കം ഇത് കാര്യങ്ങൾ ഫുൾ ഓർഗനൈസ് ചെയ്യുന്നത് അത് ഓൽക്കൊരു എക്സ്പീരിയൻസ് എന്നുള്ള നിലയ്ക്ക് അതെ അതെ അങ്ങനെ അതൊക്കെ ഒരു അടിപൊളി മാതൃകാപരമായിട്ട് അത് ഞാൻ പറഞ്ഞത് എക്സലന്റ് ആണ്. ഭയങ്കര വെർത്താണത്. മോണിറ്ററി സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു 40-50,000 ഒരു പാക്കേജ്ഡ് സാധനമാണ് ശരിക്കും അത്. നമ്മൾ ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് നമ്മളെ മനസ്സിലുള്ളൊരു പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന കുട്ടികൾ, പാസ്സായിട്ട് പുറത്തിറങ്ങുന്ന കുട്ടികൾ സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിലെ പ്രൊഫഷണലായി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലൊരു പ്ലാനിങ്. അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ സ്ഥാപനത്തിൽ പഠിച്ചു കഴിഞ്ഞ പല കുട്ടികളും, പല അലുമിനി കുട്ടികളും നമ്മൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് റെഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിൽ അവർ മാറ്റിത്തീർക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും ഇതേ ക്വാളിറ്റിയും കാര്യങ്ങളും വെച്ചിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫൈനാൻസ് അതല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസ് ശരിക്ക് കുറച്ചും കൂടെ ഒരു എത്തിക്സ് അതല്ലെങ്കിൽ വാല്യൂസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ ഇവർ വർക്ക് ചെയ്യുമ്പോഴും അവിടെയുള്ള ഡാറ്റ ഇൻഫോർമേഷൻ ഇവർ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പല സമയങ്ങളിലായിട്ട് UAE അതല്ലെങ്കിൽ GCCയിലൊക്കെ വർക്ക് ചെയ്ത ആളുകളാണല്ലോ. അവിടുത്തെ ബിസിനസ്സുകാർ ഒരു അക്കൗണ്ടൻറ്റിനെ, ഈവൻ അവിടുത്തെ നാറ്റീവ്സ് ഒരു അക്കൗണ്ടൻറ്റിനെ അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊഫഷനെ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ മലബാരിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇവരെ കണക്കും കാര്യങ്ങളും നമ്മളിവിടുന്ന് പോകുന്ന ഒരു അക്കൗണ്ടൻറ്റിൻ്റെ അതല്ലെങ്കിൽ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽസിൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് സേഫാണെന്നുള്ളൊരു വിശ്വാസം പൊതുവെ പുറത്തുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമ്മളിവിടുന്ന് പഠിച്ചു പോകുന്ന ഒരാൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി അതല്ലെങ്കിൽ ജോലി കിട്ടി പോവാന്ന് പറയുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഈ വാല്യൂസ് ആൻഡ് എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആളുകളായിട്ട് പോവേണ്ടതുണ്ട്. അങ്ങനെ വളരെ എത്തിക്കലായിട്ടുള്ള വാല്യൂസ് കീപ്പ് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ നമുക്ക് സംഭാവന ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇൻഡസ്ട്രിക്ക്. ശരിക്കും നമ്മളൊരു വിഷൻ എന്ന് പറയുന്നതും ശരിക്ക് ഈ വാല്യൂ പാക്ക്ഡ് ആയിട്ടുള്ള എത്തിക്കലായിട്ടുള്ള പ്രൊഫഷണൽസിനെ ഇങ്ങനെ സംഭാവന നൽകുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇപ്പോൾ നമ്മൾ FIUGP ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ഓൾമോസ്റ്റ് 4 ഇയേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസിലേക്ക് പോയി. അവിടെ നമുക്ക് ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇപ്പോൾ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, CA ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, CS ഇൻസ്റ്റിറ്റ്യൂട്ട് ആവട്ടെ, ഇവരൊക്കെ കൊടുക്കുന്ന കുറേ കോഴ്സുകളുണ്ട്. അതിനൊക്കെ എല്ലാം ഒന്ന് പൊതുവൽക്കരിച്ച് കഴിഞ്ഞാൽ ഈ കോഴ്സുകളിലേക്കൊക്കെ എൻട്രി വരും. ഇപ്പോൾ CAT അങ്ങനെ വന്നൊരു സമ്പ്രദായമായിരുന്നു. അങ്ങനെയുള്ള ഒരു ആസ്പെക്ട്സും കൂടെ അത് വന്നാൽ ജനറലൈസ്ഡ് ആവൂലേ എന്നുള്ളതാണ്. ഇതിൽ പിന്നെ പലതരത്തിലുള്ള കോഴ്സുകൾ ഇത്തരത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ CA ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ, CS ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിക്കോട്ടെ. ഇതിൽ CMA ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഡിഗ്രി +2 ഡിഗ്രി PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ഓൺ GST എന്ന് പറഞ്ഞ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് +2 കുട്ടികൾക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നു. അതിന് നമുക്ക് പ്രത്യേക ഒരു എന്താ പറയുക റെക്കഗ്നീഷനൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കോഴ്സുകൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ടാക്സുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്, GSTയുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്, TDS ഫയലുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്. പലരും നമ്മളോട് ചോദിച്ചു വരാറുണ്ട്, പലതും നമ്മൾ ചെയ്ത് കൊടുക്കാറുമുണ്ട്. ഇതാ ഈ ഒരു അലയൻസ് ICMS ചെയ്തു എന്നുള്ളത് ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് മുഖ്യധാര പത്രങ്ങൾ കോട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യധാര പത്രങ്ങളിൽ ഫസ്റ്റായിട്ട് വന്നു, ഫസ്റ്റ് ഇൻ ഇന്ത്യ ഒരു ജില്ലാ പഞ്ചായത്ത് GST ക്രാഷ് കോഴ്സ് എക്സിക്യൂട്ട് ചെയ്ത്. ഞാനിതാണ് പറഞ്ഞത്, ഇതിനെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ ഇത്തരത്തിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ കോഴ്സാണ് ACCA. നമ്മളോട് ചോദിക്കുന്നുണ്ട് പലരും, ACCA നമുക്ക് കോളേജുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും +ACCA എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ചാൻസും കൂടെ ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അന്നത്തെ പരിപാടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിലടക്കം
നമ്മൾ മലപ്പുറം ജില്ലയിലെ പര്യടന ഇനാഗ്രേഷനൊക്കെ ഫോട്ടോസൊക്കെ വന്നിരുന്നു. നമുക്ക് നമ്മളന്ന് എത്ര കുട്ടികൾക്കായിരുന്നു? 225 കുട്ടികൾക്ക് അല്ലേ? ഓക്കെ. ഇതിലൊരു കാണാൻ പോകാനിരിക്കുന്ന തൊട്ടടുത്ത ഭാവിയിൽ ആ +2 വിദ്യാർത്ഥികളിൽ പലരും ഫൈനൽ എക്സാം എഴുതി ഇത്തവണ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത നമ്മുടെ ജില്ലക്ക് സംഭാവന ICMS-ലൂടെ എന്നുള്ളത് കാണാൻ പറ്റും. തുടർന്നും ICMS ഈ മേഖലയിൽ തന്നെ ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികളെ, ക്വാളിറ്റിയുള്ള CMAക്കാരെ CAക്കാരെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ മാർക്കറ്റിൽ നിലനിൽക്കും. ബാക്കിയുള്ളവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് സാമ്രാജ്യം വലുതാക്കുക എന്നുള്ളതല്ല ICMSൻ്റെ ലക്ഷ്യം. ICMS ക്വാളിറ്റിയുള്ള മികച്ച ഇത്തരം പ്രൊഫഷണൽസിനെ സമൂഹത്തിന് സമ്മാനിക്കുക എന്നുള്ളതാണ് ICMSൻ്റെ. അതായത് ICMS തുടരും. ഓക്കെ, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് തുടരും.